ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് അപ്സ്ട്രീം, മിഡ് സ്ട്രീം, ഡൗൺ സ്ട്രീം എന്നുള്ള രീതിയിൽ. അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഡ്രില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, അതായത് എക്സ്പ്ലോറേഷൻ പോലത്തെ പരിപാടികളാണ് ഈ അപ്സ്ട്രീം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിഡ് സ്ട്രീം. മിഡ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി, അതായത് ഇപ്പോൾ ഡ്രിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമുക്ക് റിഫൈനറികളിലേക്കോ അല്ലെങ്കിൽ അതർ പ്രോസസ്സിംഗ് പ്ലാന്റുകളിലേക്കോ ഇല്ലെങ്കിൽ ക്രൂഡായിട്ട് നേരിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓട്ടോവലറ്റിറ്റി ആ പ്രോസസ്സുകളെയാണ് നമ്മൾ മിഡ് സ്ട്രീം കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നതാണ് ദ മെജോറിറ്റി പ്രോസസ് എന്ന് പറയുന്നത്. എടുക്കുന്ന ക്രൂഡ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും ശരി, ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അതിനെ കംപ്ലീറ്റ്ലി യൂസബിൾ ഒരു ഐറ്റം ആക്കി മാറ്റി കസ്റ്റമർക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു സർവീസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് റിഫൈനിങ് പോലത്തെ പ്രോസസ്സുകളെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം കാറ്റഗറൈസേഷനിൽ നടക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ നിരവധി ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയം എന്നുള്ള രീതിയിൽ അവിടുന്ന് തന്നെ ഞാൻ തുടങ്ങി വരാം. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ സംശയം ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല, ഡിപ്പെൻസ്. പ്രൈമറിലി ഇനി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിക്ക് ഒരു വളർച്ചയുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരാം. 2, എല്ലാ ഇലക്ട്രിക് വെഹിക്കിളുകളാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് ഓറിയന്റഡ് ആയിട്ട് പോകുന്നു, സോളാർ എനർജിയിലേക്ക് പോകുന്നു. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിക്ക് ഫ്യൂച്ചർ ഉണ്ടോ? അതിലേക്ക് നമ്മൾ വരുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെയാണ് പൊതുവെ ഒരു പുതിയ, അതായത് ന്യൂ കമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇതുമായി കണക്ട് ചെയ്തിട്ടാണ്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ബേസിക്കലി ഇതാണ്, പഠിച്ചാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതുകൊണ്ട് എന്താണ് കരിയറിന്റെ പ്രോഗ്രഷൻ, അല്ലെങ്കിൽ എത്രത്തോളം കാലം ഇത് നിലനിൽക്കുമോ, പെട്രോളോ ഡീസലോ ഉപയോഗിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ജോലി സാധ്യതകൾ ചോദ്യചിഹ്നമാവില്ലേ, അല്ലെങ്കിൽ ഇതിലൊക്കെ അർത്ഥമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പൊതുവെ വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേജർ ആയിട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ കാറ്റഗറി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫോസിൽ ഫ്യൂവൽ ആയിക്കോട്ടെ, അതിന്റെ ഉപയോഗത്തിന്റെ 30% മാത്രമേ നമ്മളുടെ വെഹിക്കിൾസുകളിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. 30% മാത്രമേ വെഹിക്കിൾസുകളിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എന്ന് പറയുന്നത് ഒരുപാട് അതർ യൂസുകളുണ്ട്. പെട്രോളിയം പ്രൊഡക്ട്സുകൾ കൊണ്ട് ഇല്ലാതെ, അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് ഇല്ലാതെ ഒരു പരിപാടിയും നടക്കാത്ത ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോൾ അടക്കം പല മേഖലകളിലും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ടാർ ആണെങ്കിലും, അല്ലെങ്കിൽ ഗ്യാസോലിൻ കാറ്റഗറിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ATF, എയർ ട്രാഫിക് ഫ്യൂവൽ എന്ന് പറയും, അത് ആണെന്നുണ്ടെങ്കിൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഇതില്ലാതെ നടക്കില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. നിങ്ങൾ ആ ഡിസ്റ്റിലേഷൻ പ്രോസസ് നമുക്ക് ഈ അനുവദിച്ച സമയത്തിനുള്ളിൽ അത് മൊത്തം പറഞ്ഞെത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായുള്ള കാര്യമാണ്. പക്ഷെ ആ റിഫൈനിങ് പ്രോസസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ A to Z കാറ്റഗറിയിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഓരോരോ ഇൻഡസ്ട്രിയിലേക്ക് കണക്ട് ചെയ്താൽ, അല്ലാതെ നമ്മളുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസിലോ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഓയിൽ ആൻഡ് ഗ്യാസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ദെൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി പോകുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്നാണ് ആദ്യം അറിയേണ്ടത്. കാരണം നമ്മളുടെ അവയർനെസ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഓരോ ഡൗട്ട്ഫുൾ ആയിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളുകളുടെയും കൺഫ്യൂഷൻ എന്ന് പറയും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണ്, ഏത് ഇൻഡസ്ട്രിയിലാണ് എൻ്റെ സ്കിൽ സെറ്റുകളെ കൂടുതലും എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക. ചിലർക്ക് സെയിൽസിലായിരിക്കും കൂടുതൽ സ്കിൽ സെറ്റ്സ് ഉണ്ടായിരിക്കുക, ചിലർക്ക് ഓപ്പറേഷൻസിലായിരിക്കും സ്കിൽ സെറ്റ്സ് ഉണ്ടായിരിക്കുക, ചിലർക്ക് മാനേജിങ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും, ചിലർക്ക് എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഫീൽഡിലായിരിക്കും, ചിലര് ഡോക്യുമെന്റിങ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചിലർ പ്ലാനിങ് സൈഡിലായിരിക്കും. ഇങ്ങനെ പല പല മേഖലകൾ ഓരോ ഇൻഡസ്ട്രിയിലും എന്ന് പോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം, മിഡ് സ്ട്രീം എന്നുള്ള കാറ്റഗറി എടുത്താലും അവിടെയൊക്കെയും ഇതേ കാറ്റഗറൈസേഷൻ പ്രാക്ടിക്കലി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്കൊക്കെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ആഫ്റ്റർ ബിടെക് ഒരു സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കേഷൻ എനിത്തിങ് കണക്റ്റഡ് ടു ദിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ നമുക്ക് ഇതിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേൾഡ് എന്ന് പറയുന്നത് പൊതുവെ അങ്ങനെയാണ്. കാരണം സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കേഷൻ ഓറിയന്റ് ചെയ്തിട്ട് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറാണ് ഇപ്പോൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ആണെങ്കിലും മറ്റു മേഖലയിലും ഒക്കെ ഉള്ള പോലെ തന്നെ ഈ മേഖലയിലും ഇതേ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒട്ടുമിക്ക കമ്പനികളും മേജർ കോർപ്പറേറ്റ് കമ്പനികൾ അല്ലാത്ത
ഒട്ടുമിക്ക, അതായത് ഇപ്പോൾ നമ്മളൊരു ടോപ്പ് 10 കമ്പനീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ടോപ്പ് 10 കമ്പനീസിൽ പോലും ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഡള്ളായി നടക്കുന്നത്. അതായത് ISO റിക്വയർമെന്റ് പ്രകാരമുള്ള മിനിമം ലെവൽ ട്രെയിനിങ് നടത്തുക എന്നല്ലാതെ സ്പെസിഫിക്കലി എംപ്ലോയ്മെന്റ് ട്രെയിനിങ് അല്ലെങ്കിൽ എംപ്ലോയ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ബിക്കോസ് ആക്ച്വലി നമ്മളുടെ കമ്പനിയുടെ 70% ഓഫ് ദ റവന്യൂ വന്നിരുന്നത് കോർപ്പറേറ്റ് ട്രെയിനിങ് ആക്ടിവിറ്റിയിലൂടെ ആയിരുന്നു. ട്രെയിനിങ് ഡിവിഷന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് വളരെ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പോൾ ട്രെയിനിങ് ആക്ടിവിറ്റി വളരെ കുറവാണ്. റിഡ്യൂസ്ഡ് ടു 30% എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. 70% നിന്ന് 30% എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറുന്നു ഓരോ കമ്പനിയുടെയും ഓപ്പറേഷണൽ സ്റ്റൈൽ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രെയിനിങ് ഇൻഡസ്ട്രിയുടെ പോക്ക്. ഇതൊരു 5-6 ഇയേഴ്സ് ആയിട്ട് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകളെ പുറത്തെ മാർക്കറ്റിൽ നിന്നും ഹയർ ചെയ്യാൻ കിട്ടുമ്പോൾ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാളെ ട്രെയിൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ എടുക്കുന്ന ആൾ മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 to 4 ഇയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് സിനാരിയോയിൽ 3 to 4 ഇയേഴ്സ് ആയിരിക്കും ഒരു കമ്പനിയിലായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അടുത്ത കമ്പനിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ടൈം പീരിയഡിന് വേണ്ടിയിട്ട് എന്തിനാണ് മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻസ് ഹൈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പൊതുവെ കമ്പനികൾ ഇപ്പോൾ ട്രെയിനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ, അല്ലെങ്കിൽ ഇന്റേണൽ ട്രെയിനിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഹൗസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷനെ തളർത്തിയിട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ലെവൽ ഓഫ് സർട്ടിഫിക്കേഷൻസുകൾ ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ്. അതിന്റെ അവയർനെസ് ഇല്ലായ്മയാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ മടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ പേടിയായിട്ടോ അല്ലെങ്കിൽ ഒക്കെ വരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ നമുക്ക് കാറ്റഗറൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിംഗ് ലെവൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേജർലി ഫേസ് ചെയ്യാൻ പോകുന്ന ഏരിയകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിങ്ങുകൾ വരാൻ സാധ്യതയുള്ള ഏരിയകളെയാണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ടെൻഡറിംഗ് എഞ്ചിനീയർ ആയിട്ട് കയറാം, പ്ലാനിംഗ് എഞ്ചിനീയർ ആയിട്ട് കയറാം, പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് കയറാം, സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് കയറാം, മെക്കാനിക്കൽ എഞ്ചിനീയർ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, കമ്മീഷനിങ് എഞ്ചിനീയർ, പൈപ്പിംഗ് എഞ്ചിനീയർ, സൈറ്റ് ഇൻചാർജ്, HSE ഓഫീസേഴ്സ്, പ്രൊജക്ട് സേഫ്റ്റി എഞ്ചിനീയർ, പ്രപ്പോസൽ എഞ്ചിനീയേഴ്സ്, NDT എഞ്ചിനീയർ, NDT മാനേജർ, QQC എഞ്ചിനീയർ, QQC മാനേജർ, വെൽഡിംഗ് എഞ്ചിനീയർ, പ്ലാന്റ് ഇൻസ്പെക്ടർ, പ്ലാന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് വേറുള്ളത് കണ്ട് എൻവയോൺമെന്റൽ സേഫ്റ്റി എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇന്നിപ്പോൾ QAQC എന്ന് പറയുന്ന കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ QHSE എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കൂടുതൽ മാർക്കറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വെൽഡിംഗ് ഇൻസ്പെക്ടർ, പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ, ഡോക്യുമെന്റ് കൺട്രോളർ, ഓപ്പറേഷൻസ് എഞ്ചിനീയർ, QC ഇൻസ്പെക്ടർ പൈപ്പിംഗ്, വെൽഡിംഗ്, പിന്നെ വീണ്ടും ഉണ്ട് ഓരോ ഡെസിഗ്നേഷൻസ്, QC ഇൻസ്പെക്ടർ ഇൻസ്ട്രുമെന്റേഷൻ, അങ്ങനെ ബഞ്ച് ഓഫ് QC കാറ്റഗറൈസേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷട്ട് ഡൗൺ കോർഡിനേറ്റേഴ്സ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുന്നത് ഈ മേഖലകളിലൊക്കെയാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു ഡയറക്റ്റ് എൻട്രി ഓപ്ഷൻ ആയിട്ടല്ല. ഇതിലേക്കൊക്കെയാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ കരിയർ പാത്ത് ഡെവലപ്പ് ചെയ്ത് എത്താൻ സാധ്യതകളുള്ളതും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ എത്തിച്ചേരാവുന്നതാണ്. അതിലേക്ക് ഐദർ നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ ചെയ്ത് BPCL പോലത്തെ കമ്പനികളിൽ, അല്ലെങ്കിൽ പൊതുമേഖല ഓയിൽ ആൻഡ് റിഫൈനറി കമ്പനികളിൽ ഗേറ്റ് സ്കോർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വർഷത്തിൽ 10 to 30 പേരെ, ഡിപ്പെൻസ്, ഓരോ തവണയും ഹയറിംഗ് ഡിപ്പെൻസ് ആണ്, മാക്സിമം 30 കാൻഡിഡേറ്റ്സ് വരെ ഹയറിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പൊ ലാസ്റ്റ് 2.5 years ആയിട്ട് ഇത് പ്രോസസ് നടന്നിട്ടില്ല. ബട്ട് ഡിപ്പെൻസ്, ഓരോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹയർ ചെയ്യാറുണ്ട്. അതിൽ 5 പേരെ അവർ റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. 30 പേരെ പ്രൊബേഷണറി എടുത്തിട്ട് ഒരു കൊല്ലം അവിടെ വർക്ക് ചെയ്തതിനു ശേഷം 5 പേരെ അവർ ഹയർ ചെയ്യുന്നത്. ഇതൊരു നോർമലി നടക്കുന്ന സിസ്റ്റമാണ്. ഒന്നല്ലെങ്കിൽ ആ റൂട്ടിൽ നിങ്ങൾക്ക് കയറിയിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരാം. അപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ, സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കേഷൻസ് ഇല്ലാതെ മറ്റൊരു കമ്പനിയിലേക്ക് കയറാൻ പറ്റില്ല. ബട്ട് BPCLന്റെ ടോട്ടൽ ഓവർഫ്ലോയിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാല്യുബിൾ എക്സ്പീരിയൻസ് വെച്ചാൽ. ബിക്കോസ് നിങ്ങൾ ഓരോ 3 മാസം കൂടുമ്പോൾ മാനേജ്മെന്റ് ട്രെയിനിങ് എന്നുള്ള ഡിസിഗ്നേഷൻ എടുത്തു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റിലും ഇട്ടിട്ടായിരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ പർച്ചേസിൽ ഇടുന്നുണ്ടായിരിക്കും, ഓപ്പറേഷൻസിൽ ഇടുന്നുണ്ടായിരിക്കും, സൈറ്റ് മെയിൻ്റനൻസിൽ ഇടുന്നുണ്ടായിരിക്കും, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ ഇട്ടിട്ട് ടോട്ടൽ 1 yearനുള്ളിൽ ഒരു ജസ്റ്റ് ബ്രീഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന പോലെ ഒരു പ്രോസസ് അവർ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ ഗേറ്റ് സ്കോർ ആക്ടിവിറ്റി. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ BPCLിലേക്ക് ഇപ്പൊ എല്ലാവർക്കും പ്രാക്ടിക്കലി കയറാൻ പറ്റിക്കോളുന്നില്ല. പിന്നെ BPCLന്റെ ആക്ടിവിറ്റി, ഇത് BPCLിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ലിമിറ്റഡ്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഒട്ടുമിക്ക കാൻഡിഡേറ്റ്സിന്റെയും കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് BPCL വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും BPCLന്റെ എംപ്ലോയി ആണ് എന്നുള്ള രീതിയിലാണ് പൊതുവെ പുറത്തുനിന്ന് ആളുകളുടെ കാഴ്ചപ്പാടുന്നത്. ശരിക്കും അങ്ങനെയല്ല. BPCL വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയി. BPCL എന്ന് പറഞ്ഞാൽ കൊച്ചിൻ റിഫൈനറി എന്നുള്ളൊരു കൺസെപ്റ്റ് എടുത്താൽ മതി. ഇപ്പോൾ BPCLന് വേറെയും റിഫൈനറികളുണ്ട്. നമുക്ക് കൊച്ചിൻ റിഫൈനറി എന്ന് പറയുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള റിഫൈനറിനെ മാത്രം എടുക്കാം.
ഇപ്പോൾ BPCL പോലത്തെ ഒരു കൊച്ചിൻ അല്ലെങ്കിൽ കൊച്ചിൻ റിഫൈനറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 150 എംപ്ലോയീസ് അതിലുള്ളൂ ആ ഓർഗനൈസേഷൻ. അത് അക്കൗണ്ട്സ് ഫ്രം അങ്ങോട്ട് എല്ലാവരും അത്ര എംപ്ലോയീസേ ഉള്ളൂ. കാരണം അത്രയും നമ്പർ ഓഫ് എംപ്ലോയീസ് മതി അവരുടെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ. ബാക്കി എല്ലാം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കോൺട്രാക്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബ് കോൺട്രാക്ടിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ സബ് കോൺട്രാക്ടിങ് സർവീസസ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പല പല കമ്പനികളിൽ നിന്നും ടെൻഡർ വിളിച്ച് അത് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു കമ്പനിക്ക് ടെൻഡർ ചെയ്ത് അങ്ങനെ പ്രോസസ് ഫ്ലോ പോലെ അങ്ങ് പോയിട്ടുള്ള ഒരു എൻഡ് ലെവൽ കമ്പനിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇനീഷ്യലി ജോയിൻ ചെയ്യേണ്ടത് ഇങ്ങനത്തെ കമ്പനികൾ, ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നമുക്ക് ജോയിനിങ് കിട്ടാൻ സാധ്യതകളുള്ളത് ഇങ്ങനത്തെ കമ്പനികളിലേക്കാണ്. ഇങ്ങനത്തെ കമ്പനികളിൽ കയറിയിട്ട് അതിൽ നിന്നും നമ്മൾ ഗ്രോ ചെയ്ത് വരിക. ഈ ഗ്രോയിങ് പീരിയഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പറയുന്ന പോലെ ക്വാളിഫിക്കേഷൻ ഒരു ഫാക്ടറാണ്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ്റെ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ ഒരു ഫാക്ടറാണ്, നിങ്ങളുടെ സ്കിൽ സെക്ടർ ഒരു ഫാക്ടറാണ്, പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയുടെ നമ്പർ ഓഫ് ജോബ് എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണ്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ആ ഗ്രോത്ത് പാറ്റേൺ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഇനീഷ്യൽ ലെവലിൽ നിങ്ങൾക്ക് ഐദർ NDT എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. NDT എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ചെയ്തിട്ട് കയറി വരാവുന്നതാണ്. NDT എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു QCയുടെ അല്ലെങ്കിൽ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം സ്റ്റാർട്ടപ്പ് ലെവൽ എന്താ പറയുന്നത് എൻട്രി ടിക്കറ്റ് ആയിട്ടാണ് നമ്മൾ NDTയെ കാണുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തി സ്റ്റാർട്ടപ്പ് ലെവലിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം എൻട്രി ലെവൽ ടിക്കറ്റ് എന്നുള്ള രീതിയിലാണ് NDTയെ കാണുന്നത്. അവിടെ നിന്നാണ് കരിയർ ബിൽഡ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹയർ ലെവൽ പ്രോഗ്രാമുകൾ ചെയ്ത് അങ്ങനെ എൻട്രി ചെയ്യാം. അതൊക്കെ ഓരോ പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോലെയാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇൻഡസ്ട്രി എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് അത് മാറി മറിഞ്ഞു വരാം. ബട്ട് ഞാൻ ബിഗിനർ എന്നുള്ള ലെവലിൽ വളരെ പ്രിലിമിനറി റിക്വയർമെന്റ് ആയിട്ട് പറയാം, NDT എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻസുകളിൽ നിന്നാണ് ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. NDT എന്താണെന്നുള്ളത് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. NDT ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന പല പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രീഫ് ചെയ്യാവുന്നതാണ്. സോ പല ആക്സിഡൻസുകൾ, ഇപ്പൊ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ആക്സിഡൻസുകൾ, അതായത് ഫെയിലിയറുകൾ സംഭവിച്ചു. പ്രോപ്പർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അല്ല സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് QA/QC ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡയറക്റ്റ് റിലേറ്റ് ചെയ്യുന്നത്. സോ QC എന്ന് പറയുന്നത് പൊതുവെ ഞാൻ ഈ 14 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും മുൻകാലഘട്ടത്തിൽ ആരൊക്കെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരേ ഒരു പദമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് വരെ അല്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നത് വരെ QC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒരു തലവേദന പിടിച്ച ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പൊതുവെ എല്ലാവരും കാണുന്നത്. കാരണം കോംപ്ലിക്കേഷൻസുകൾ കൂടുതലാണ്. കോംപ്ലിക്കേഷൻസ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊഡക്ഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു തലവേദന പിടിച്ച പണിയാണ്. കാരണം നമ്മൾ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ അപ്രൂവൽ സർട്ടിഫിക്കറ്റ്സ് കൊടുത്താൽ മാത്രമേ ആ പ്രൊഡക്റ്റ് ഫിറ്റ് ഫോർ യൂസ് ആയിട്ട് മാറുന്നുള്ളൂ, അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏതോ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ. ഓരോ സ്റ്റേജിലും ഇതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് പ്രോസസ്സുകൾ ഉണ്ട്, അതിന് പല ചെക്ക് ലിസ്റ്റുകൾ ഉണ്ട്. അതൊക്കെ ഒരു കമ്പനിയുടെ പ്രൊസീജിയറുകൾ ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്, നാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ്സുകൾ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത്. സോ ഈ പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു ജോബാണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിൽ നിന്നും ഓക്കെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓക്കെ റിപ്പോർട്ട് എങ്ങനെയോ നമ്മൾ ബേസ് ലെവൽ മിനിമം ക്രൈറ്റീരിയ ഒക്കെ വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ടാണ്, നോട്ട് ഓക്കെ റിപ്പോർട്ടുകളാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നോൺ കൺഫോമൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നതിന് അങ്ങനത്തെ റിപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് അവർ മുന്നോട്ട് നീങ്ങണം. ഓക്കെ, ഇൻ കേസ് ക്വാളിറ്റി ഫെയിലിയർ സംഭവിക്കുകയാണ്, അതായത് നമ്മൾ കൊടുത്ത റിപ്പോർട്ട് കറക്റ്റ് അല്ല ആയതിനാൽ ഒരു ഫെയിലിയർ സംഭവിക്കുകയാണ്. ഫെയിലിയർ സംഭവിക്കുന്നത് വരെയും ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡഡ് സർവീസ് ആയിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കാണുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ ഒരു പണിയുമില്ലാത്ത എന്നാലും ഒരു സാധനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്ന പ്രോസസ് പോലെയാണ് കാണുന്നത്. വെനെവർ എ ഫെയിലിയർ ഹാപ്പൻസ്, എപ്പോഴെങ്കിലും ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ നടക്കുക, ഒരു ആക്സിഡന്റ് നടക്കുക, ആക്സിഡന്റ് ഇൻ ദ സെൻസ് ഒരു ഡാമേജ് സംഭവിക്കുന്ന നിമിഷം മുതൽ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ക്വാളിറ്റിയുടെ തലയ്ക്ക് വരും. അതാണ് ഈ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസും അത് തന്നെയാണ് അതൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു കാരണവശാലും ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ഒരു കമ്പനിയും ലീനിയേജ്
കൂടുതലുള്ള ഒരു ഇൻഡസ്ട്രി ആക്കി മാറ്റില്ല, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റില്ല. കാരണം ഇവിടെ വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകളെ എടുക്കാൻ പറ്റുള്ളൂ, ഇവിടെ വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് ടോട്ടാലിറ്റിയിൽ ഈ പ്രൊജക്ടിനെ സക്സസിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കാം, എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കാം, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഒരു പ്രോസസ് എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഇത് പ്ലാനിങ്ങിൽ ക്വാളിറ്റി ഉണ്ട്, എക്സിക്യൂഷനിൽ ക്വാളിറ്റി ഉണ്ട്, കംപ്ലീഷനിൽ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കമ്മീഷനിങ് ആക്ടിവിറ്റിയിലും ക്വാളിറ്റി ഉണ്ട്. അല്ലാതെ നമുക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വൺ ടൈം സർവീസ് പോലെയല്ല ഇൻഡസ്ട്രിയിൽ ത്രൂ ഔട്ട് നിൽക്കുന്നത്. ക്ലിയർ? എക്സ്ക്യൂസ് മീ, ഇതുവരെ പറയുന്നതിൽ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല സാർ, ഒരു ഏരിയ സ്പെസിഫൈ ചെയ്ത് സാറ് പറഞ്ഞ കുറച്ചും കൂടെ നന്നായിരിക്കും. നമ്മളൊരു ചെറിയൊരു ബ്രീഫിംഗ് എഡിറ്റിംഗ്, അതുപോലെ തന്നെ QC എന്താന്ന് നമുക്കൊന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ എത്തുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ സാർ. സോ അഗെയിൻ, അപ്പോൾ ഇത് സംഭവിക്കുന്ന അത്രയും കാലം നമ്മളുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ പാലാരിവട്ടം പാലത്തിന്റെ കേസ് നമ്മളുടെ റീസെന്റ് നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ പറയുന്നത് മാത്രം. അത് കംപ്ലൈന്റ് ആവുന്നത് വരെ ഒരു പ്രശ്നവുമില്ല. കംപ്ലൈന്റ് ആയതോട് കൂടിയിട്ട് എന്തായി, അതിൽ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം, അതിന്റെ ഡിസൈനിങ്ങിലുള്ള സംശയങ്ങൾ, അങ്ങനെ 100,000 ക്വസ്റ്റ്യൻസുകൾ അതിലേക്ക് വന്നു. സോ എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ് ഈസ് അണ്ടർ ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം വരുന്നത് വരെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു സർവീസ് ആയിട്ട് ആണ് പൊതുവേ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നില്ല. ഏതൊരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിലും അതിനൊരു സിസ്റ്റവും ഒരു പ്രൊസീജിയറും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യപ്പെട്ടാൽ മാത്രമേ അത് എക്സിക്യൂഷനിൽ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോ റെയിൽവേ ഇൻഡസ്ട്രിയിലുണ്ട്, ഇന്ത്യൻ റെയിൽവേ ആണ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മേജർ യൂസർ എന്ന് പറയുന്ന ലെവലില് നോർമലി എടുത്തിരിക്കുന്നത്. കാരണം ഏറ്റവും വലിയൊരു നെറ്റ്വർക്ക് ആണ്. അതിന്റെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ റീസെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ചെനാബ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം വരാൻ പോകുന്നത് ജമ്മുവിലെ ചെനാബ് നദിക്ക് കുറുകെയാണ്. 2 മലകളെ ഇതാക്കിയിട്ടുള്ള, അത് മിസൈൽ വീണാൽ പോലും ഡാമേജ് വരരുത് എന്നുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. 2019 കമ്മീഷൻ ചെയ്യേണ്ട ഒരു പ്രൊജക്ട് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡിലേ വന്ന് ഈ ഒക്ടോബറിലാണ് കമ്മീഷനിങ് എക്സ്പെക്ടേഷൻസ് നടക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് എക്സാമ്പിൾ. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മളുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വേറൊരു ഏരിയ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, പൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മേഖലയുണ്ട്. പൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ട്, പൈപ്പിംഗ് ആണ് ഏറ്റവും കൂടുതലുള്ള മേഖല എന്ന് പറയുന്നത്. കാരണം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം തന്നെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം. കാരണം ദ ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ടിങ് ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പൈപ്പിംഗ് മേഖലയിലൂടെയാണ്. ഇപ്പോ നിങ്ങൾ തൃശ്ശൂർ ബേസ്ഡ് ആണ് കൂടുതലും കുട്ടികളെന്നുണ്ടെങ്കിൽ അദാനി പ്രൊജക്ടിന്റെ സിറ്റി ഗ്യാസ് ലൈൻ പൈപ്പ് ലൈനുകളിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗെയിലിന്റെ പൈപ്പ് ലൈനുകൾ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ വേണ്ടി, സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ദെൻ അമ്യൂസ്മെന്റ് മേഖലയിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഇന്ത്യയിലെ അമ്യൂസ്മെന്റ് മേഖല ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ ഒരു വീക്ക് ആയിട്ട് നിൽക്കുന്ന മേഖലയാണ്. ബട്ട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതായത് പറഞ്ഞ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഓപ്പർച്യൂണിറ്റി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനത്തെ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ അസോസിയേറ്റഡ് മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലും എക്സിക്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി അവിടെയാണ് കമ്പയർ ടു ദാറ്റ് ഓഫ് എനി അതർ ഇൻഡസ്ട്രി. കാരണം ഇവിടെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സുകൾ നടക്കുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് NDT-യിലേക്ക് ഞാൻ വരാം. ലിയോ സാർ പറഞ്ഞ പോലെ ഞാൻ ആ ഏരിയയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ NDT-യുടെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായവും ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായവും, ഈ 2 വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ഈ 2 ഗ്രൂപ്പാണ് ഇന്ന് NDT ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന 2 ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണെങ്കിലും ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണെന്നുണ്ടെങ്കിലും ബേസിക് ലെവൽ ക്വാളിഫിക്കേഷൻ ഒരു ഇഷ്യൂ അല്ലാതെ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആർക്കാണോ ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് അത് പഠിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കയറി വരാവുന്ന പോലെയാണ് അവരുടെ ടോട്ടൽ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ കിടക്കുന്നത്. എക്സെപ്റ്റ് ഞാനിപ്പോൾ ഒരു മെഡിസിൻ ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ഇൻഡസ്ട്രി അങ്ങനെ അതിലേക്കല്ല ഞാൻ പറയുന്നത്, ജനറിക് എഞ്ചിനീയറിംഗ് കാറ്റഗറൈസേഷനാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയർ എന്നുള്ള ടെർമിനോളജി കൊണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്കിൽഡ് ക്രാഫ്റ്റ്മാൻ എന്നുള്ളൊരു ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്കിൽഡ് ക്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ സ്കിൽ സെറ്റുകൾ മാക്സിമം അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അതിൽ എത്രത്തോളം സ്കിൽ സെറ്റ് എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു ഫാക്ടറാണ്, എക്സ്പെർട്ടൈസ് ഒരു ഫാക്ടറാണ്, നിങ്ങളുടെ അക്വയർഡ് നോളജ് ഒരു ഫാക്ടറാണ്. സോ ദിസ് ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിലേക്ക് കോറിലേറ്റ് ചെയ്യുന്നത്. ബട്ട്
അത് അറ്റൈൻ ചെയ്തതോട് കൂടിയിട്ടാണ് നിങ്ങൾ ഒരു പ്രോപ്പർ എഞ്ചിനീയർ എന്നുള്ള ലെവലിലേക്ക് ആവുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അവർ ഓരോ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്രോഗ്രാംസുകളും എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ സിസ്റ്റംസുകൾ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. സാധാരണഗതിയിൽ എക്കോണമിക്കലി ചീപ്പർ എന്ന് പറയുന്നത് അമേരിക്കൻ സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സുകളാണ് ഇക്കോണമിക്കലി ചീപ്പർ എന്ന് പറയുന്നത്. ബട്ട് ഇന്ന് വേൾഡിൽ മൊത്തം ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട്, കാരണം കുറച്ചും കൂടിയും സ്ട്രിഞ്ചന്റ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് ആണ്, അല്ലെങ്കിൽ യൂറോപ്യൻ നോംസ് പ്രകാരമാണ്. അതുകൊണ്ട് ISO സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻസിലേക്കാണ് ഇന്ന് കൂടുതലും ഇൻഡസ്ട്രിയൽ കമ്പനികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ദെയർ ഇൻഹൗസ് റിക്വയർമെന്റ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്പനി, അതായത് ഇപ്പോൾ അരാംകോ പോലത്തെ ഒരു സൗദി അരാംകോ എന്ന് പറയുന്ന ഒരു ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് മാനുഫാക്ചറർ ഇൻ മിഡിൽ ഈസ്റ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേൾഡിൽ തന്നെ കറക്റ്റ് ആണ്. മിഡിൽ ഈസ്റ്റിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഈ ഓയിൽ സൗദി ഗ്രൂപ്പ് അരാംകോ ഗ്രൂപ്പ് അവരുടെ പ്രൊസീജിയറുകൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, BS സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റിക്വയർമെന്റുകളെ ഇൻകോപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അത് അവരുടെ റിക്വയർമെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്വാളിഫിക്കേഷൻസുകൾ അല്ലെങ്കിൽ ആ നിലവാരത്തിൽ പ്രസന്റേഷൻ ചെയ്യുന്ന ആളുകളെ മാത്രമേ കമ്പനിക്ക് ഹയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഇന്ന് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ NDT എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവെൻഷനലി ഇതിൽ 4-5 മെത്തേഡുകളെയാണ് കൺവെൻഷണൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഒന്ന് വിഷ്വൽ ടെസ്റ്റിംഗ്, റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്, അൾട്രാസോണിക് ടെസ്റ്റിംഗ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്, ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റിംഗ് ആൻഡ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ്. ഈവൻ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ശരിക്കും എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഫേസിലായിരുന്നു ഇതിന് എഡ്ഡി കറന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഇന്ന് അത് അഡ്വാൻസ് ലെവലിലേക്ക് കടന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വകഭേദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ടെസ്റ്റിംഗിൽ തന്നെ ഒരു 5-6 ടെസ്റ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻസുകൾ വേറെയും ഉണ്ട്. അപ്പോൾ അത് ഇതിൽ പറയുന്ന ഓരോ മെത്തേഡുകളെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇംപ്ലിമെന്റേഷൻ ഫേസിൽ മനസ്സിലാക്കി അതിന്റെ ഡ്രോബാക്കിൽ നിന്നുകൊണ്ടാണ് അടുത്തൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് നീങ്ങി ഇന്ന് ഏകദേശം 15 മെത്തേഡുകൾ എന്നുള്ള രീതിയിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണെങ്കിലും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണെങ്കിലും 15 NDT മെത്തേഡുകൾ മെയിൻ മെത്തേഡുകളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. പ്ലസ് 12 മുതൽ 16 വരെ ഇറ്റ് ഡിപ്പെൻഡ്സ് upon the application strategy. 16 മെത്തേഡ് വരെ സബ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എഗെയിൻ അതിന്റെ ഒരു 12 സബ് ക്ലാസിഫിക്കേഷൻ, അതായത് തേർഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള കാറ്റഗറിയിൽ എഗെയിൻ ഒരു 12ഓളം മെത്തേഡുകളും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി വലിയൊരു ഇൻഡസ്ട്രിയാണ് ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ലെവൽ. കാരണം പല ടെക്നോളജികളും പല ഏരിയയിലും അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ലിമിറ്റേഷൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചില ടെക്നോളജി ചില ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ചില ടെക്നോളജി വേറെ ചില ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതൊരു അഡ്വാൻസ് ടെക്നോളജിയാണ്. ആ ടെക്നോളജി നമുക്ക് ഒരു കാരണവശാലും എയറോസ്പേസ് സെക്ടറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആസിഡ് ഇച്ചിങ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന അഡീഷണൽ മെത്തേഡ്, അല്ലെങ്കിൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ്, അല്ലെങ്കിൽ എഡി കറന്റിന്റെ സർഫസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന മേഖലകളൊക്കെ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡസ്ട്രി, ആപ്ലിക്കേഷൻ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് മാറി മാറി വരും. ആസ് ഇറ്റ് ഈസ്. പിന്നെ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഗെയിൻ റേഡിയോഗ്രാഫി ടെസ്റ്റിംഗിലേക്ക് തന്നെ വരാം. റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ശരീരത്തിന്റെ എക്സ്റേ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ വരാം, എക്സ്റേ എടുക്കുന്നത് പോലെ തന്നെയാണ് മെറ്റീരിയലിന്റെ ഒരു ഇമേജ് പ്രിപ്പയർ ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു ടെക്നോളജിയാണ് റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അൾട്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അൾട്രാസൗണ്ട് സ്കാനിങ് അല്ല, അതിന്റെ തന്നെ കുറച്ചും കൂടി മുൻ കാലഘട്ടത്തിലുള്ള ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ഓസിലോസ്കോപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. മെറ്റീരിയലിന്റെ ഉള്ളിലെ ജോമെട്രി എന്ന് പറയുന്നത്, ഇപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അനാട്ടമി എന്ന് പറയുന്ന ഭാഗം വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അതുപോലെയല്ല ഓരോ മെറ്റീരിയലിന്റെ ഹീറ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും, അതിന്റെ റിസൾട്ടുകൾ മാറിക്കൊണ്ടിരിക്കും, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം വൺ മെറ്റീരിയൽ ടു അനദർ മെറ്റീരിയൽ. ഈവൻ ദോ ദ കോമ്പിനേഷൻസ് ആർ സെയിം, മെറ്റീരിയൽ പ്രോപ്പർട്ടി മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇതിനെ പ്യുവർലി സൗണ്ടിന്റെ എക്കോ ഓറിയന്റഡ് അല്ലെങ്കിൽ എക്കോ പാറ്റേൺ ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എക്കോ പാറ്റേൺസുകൾ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നു. ഇതിൽ നിന്നും ഇവാലുവേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു രീതിയാണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് പറയാം, ബട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസുകൾ ഉണ്ട്. അത് നമ്മൾ ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ആണ്.
മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ടെസ്റ്റിംഗ് ടെക്നോളജിയാണ്. മാഗ്നറ്റൈസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് ലീക്കേജ് എന്ന് കണ്ടെത്തുന്ന ടെക്നോളജിയാണ്. ഇപ്പോൾ റീസെന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കനേഡിയൻ പ്രൊജക്ട് ഉണ്ട്. അത് മൂവാറ്റുപുഴ ബേസിസിലാണ്. മൂവാറ്റുപുഴയിലെ ഒരു കമ്പനി ട്രാൻസ്ഫോർമർ കനഡയിലേക്ക് മാനുഫാക്ചർ ചെയ്ത് വിടുന്നു. അപ്പൊ ആ കമ്പനി അത് നമ്മളുടെ KSEBക്കൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ബട്ട് ദിസ് ഇസ് സംതിങ് ബിഗ്. 250 മെഗാവാട്ടിന്റെ ഒരു ട്രാൻസ്ഫോർമർ ഓറിയന്റേഷൻ ആണ് അത് ചെയ്യുന്നത്. ഒരു വലിയൊരു ട്രാൻസ്ഫോർമർ ആണ്. അപ്പൊ അവരുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻറ്റയർലി BS സ്റ്റാൻഡേർഡിൽ ക്വാളിറ്റി അനാലിസിസ് ടെസ്റ്റിംഗ് ചെയ്യണം. സോ അതിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക് മാഗ്നറ്റിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. മറ്റു ടെക്നിക്കുകളും ഉണ്ട്. അലോങ് വിത്ത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെക്നിക്കും അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതിൽ ലീക്ക് കാണാൻ പാടില്ല. കാരണം അതിൽ ഓയിൽ ഫില്ല് ചെയ്യുന്നതാണ്. അതിൽ ലീക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിജക്ട് അടിക്കും. അവര് ആക്ച്വലി ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 24 ടാങ്ക്, ഏകദേശം അതൊരു 100 ട്രാൻസ്ഫോർമറിന്റെ റിക്വയർമെന്റ് ആണ്. ഏകദേശം ഒരു 24 ടാങ്ക് അവർ മാനുഫാക്ചർ ചെയ്ത് കാനഡയിലേക്ക് അയച്ചു. അതിനുശേഷം അത് അവിടെ ലീക്ക് റിപ്പോർട്ട് ചെയ്തു. ലീക്ക് റിപ്പോർട്ട് ചെയ്തതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വന്നു. ഇവിടുന്ന് ഉണ്ടാക്കി അയച്ചിട്ടുള്ള കമ്പനി അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കുക, അങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഗ്രാൻഡഡ് ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുന്നത് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഉത്തരവാദിത്വം ക്വാളിറ്റിയുടെ മുകളിലായിരിക്കും. അപ്പൊ കമ്പനിക്ക് ലോസിലേക്ക് എത്താനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഈ ഒരു കാരണം. അത് മുൻനിർത്തി അവർ അതിന്റെ റെക്ടിഫിക്കേഷൻ മെത്തേഡ് സജഷൻ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഡെസിബൽ അതിലേക്ക് ഇൻവോൾവ് ആകുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ നിയർലി സംതിങ് അറൌണ്ട് 28 to 30 ടാങ്കുകൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ആഫ്റ്റർ ടെസ്റ്റിംഗ് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് അത് സക്സസ്ഫുള്ളി അവർ ആക്സെപ്റ്റഡ് ആണ്. റെമഡീസുകളെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന ലീക്ക് ആണെങ്കിൽ പോലും അതിനെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് വാല്യൂബിൾ ആയിട്ട് പുറത്തെ രാജ്യത്തിലുള്ളവർ കാണുന്നുള്ളൂ. അത് ഏതൊരു കാശ് മുടക്കി സാധനം വാങ്ങുന്ന ഒരാളും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണമെന്നേ ആഗ്രഹിക്കുള്ളൂ. അല്ലാതെ നിങ്ങളുടെ കാശ് കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ ഒരു കാരണവശാലും തയ്യാറാവില്ല. അത് ഇൻഡസ്ട്രിയൽ സിനാരിയോയിൽ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ബേസിക്കലി അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് NDT വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്. എങ്കിൽ ഇതിനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല ഫേസുകൾ ഉണ്ട്. വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിനെ തന്നെ 2 വകഭേദങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് റിമോട്ട് വിഷ്വൽ ടെസ്റ്റിംഗ്, ഒന്ന് ഡയറക്ട് വിഷ്വൽ ടെസ്റ്റിംഗ്. റിമോട്ട് വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോറോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത് പോലെ റിമോട്ട് എക്യുപ്മെന്റ്സുകളെ യൂസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിമോട്ട് വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്ട് വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിസിബിൾ ഐസ് കൊണ്ട് കാണുന്നതും അല്ലെങ്കിൽ ടോർച്ച് പോലത്തെ അസോസിയേറ്റഡ് ടൂൾസുകൾ, ചെറിയ ഗേജുകളൊക്കെ ഉണ്ട്. അത് വെച്ച് ടെസ്റ്റിങ്ങും ഇന്റർപ്രിറ്റേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വിഷ്വൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എഡി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇലക്ട്രോമാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ബേസിസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ കണ്ടക്റ്റീവ് ടെസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട്, സർഫസ് ടെസ്റ്റിങ്ങുകൾ ഉണ്ട്, നമ്മളുടെ ബോയിലേഴ്സ് ഒക്കെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ് ടെസ്റ്റിംഗ്, ബോയിലേഴ്സ് അല്ല ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ് ടെസ്റ്റിങ്ങുകൾ ഉണ്ട്. പിന്നെ ലീഡിങ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് സെക്ടർ ആണ് HVAC ഇൻഡസ്ട്രിയിൽ എൻറ്റയർലി അപ്ലൈ ചെയ്യുന്ന ഒരു ഇതാണ്. HVAC ഇൻഡസ്ട്രി, അതായത് HVAC ഫങ്ഷനിങ് ആവണമെന്നുണ്ടെങ്കിൽ എഡി കറന്റ് ടെസ്റ്റിംഗ് ചെയ്തിട്ട് സർട്ടിഫിക്കേഷൻസുകൾ വേണം. കാരണം അതിന്റെ ലീക്കേജുകളും അല്ലെങ്കിൽ ഡിറ്റക്ഷൻ പോസിബിലിറ്റി വളരെ ഹൈ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എഡി കറന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ മേജർലി അല്ലാതെ ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും എയറോസ്പേസ് സെക്ടറിലാണ്, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ. ബിക്കോസ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ മറ്റു കമ്പോണന്റുകളുടെ തിക്നെസ്സുകൾ വളരെ കുറവായതുകൊണ്ടൊക്കെയുള്ള ലിമിറ്റേഷൻ കാരണം ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇതുവരെ കഴിഞ്ഞതിൽ വല്ല സംശയങ്ങളും ഉണ്ടോ? ഡിയർ സ്റ്റുഡൻസ് ഉണ്ടോ? ആരൊന്നും പറയുന്നില്ല. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഡിസ്കസീവ് സെഷൻസ് ആയിട്ട് വെക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലതായിരുന്നു. പോട്ടെ. സോ മറ്റ് മെത്തേഡുകൾ എന്നുള്ള രീതിയിലേക്ക് നീങ്ങുമ്പോൾ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളത്. ഇപ്പൊ NDTയിൽ തന്നെ മറ്റു മെത്തേഡുകളെ പറ്റിയിട്ടാണ്. എഗെയിൻ എന്തുകൊണ്ട് NDTയിലേക്ക് സ്പെസിഫൈ ആയി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ സ്പെസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടും അത് മാത്രമല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ ഏതൊരു സർട്ടിഫിക്കേഷൻ ഓപ്റ്റ് ചെയ്ത് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും പ്രിലിമിനറി റിക്വയർമെന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുക. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ഇൻഡസ്ട്രിയിലേക്ക് കയറി വരാൻ ഏറ്റവും നല്ല സെക്ടർ ആയതുകൊണ്ടാണ് NDTA പറയുന്നത്. ബാക്കി ഏതൊരു സെക്ടറിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ പ്ലാന്റ് ഇൻസ്പെക്ടർ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഇൻസ്പെക്ടർ സർട്ടിഫിക്കേഷൻ വേണം. പ്ലാന്റ് ഇൻസ്പെക്ടറുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം റിക്വയർമെന്റ് എന്താണ്? 2.5 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. ഇല്ലെങ്കിൽ വെൽഡിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ ആ രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ
എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ 2.5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം പല പല റിക്വയർമെന്റിലും എക്സ്പീരിയൻസ് വേണം. സോ ഇനീഷ്യലി നമുക്ക് എക്സ്പീരിയൻസ് തരാനുള്ള ഒരു സിസ്റ്റം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഫ്രഷേഴ്സിനെ എടുത്തിട്ട് എക്സ്പീരിയൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറയുന്ന സിസ്റ്റം കമ്പനികൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈഡ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ. ഇപ്പൊ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ CQC എന്നൊക്കെ പറയുന്ന കോഴ്സുകളുണ്ട്, അത് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. പ്ലാന്റ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള എക്സാമിനേഷൻസ് എഴുതിയിട്ട് അങ്ങനെ കയറാം, അല്ലെങ്കിൽ വെൽഡിംഗ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കയറാം. അങ്ങനെ കുറെ പോസിബിലിറ്റീസ് അതിലുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ലെവൽ നമ്മളുടെ ബിടെക് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ വെച്ച് മാത്രം നമുക്ക് എൻട്രി കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസുകളിലേക്കും അല്ലെങ്കിൽ മറ്റു സർട്ടിഫിക്കേഷൻസിലേക്കും നമ്മൾ പോകാൻ ഫോഴ്സ്ഡ് ആയി മാറുന്നത്. റൈറ്റ്. സോ NDT-യിലെ മറ്റു കുറെ മെത്തേഡുകളാണ് ലീക്ക് ടെസ്റ്റിംഗ്, കമ്പ്യൂട്ടർ റേഡിയോഗ്രാഫി, ഇതൊക്കെ അഡ്വാൻസ്ഡ് മെത്തേഡുകളാണ്. ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ, ഓട്ടോമേറ്റഡ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്, ഗൈഡഡ് വേവ് ടെസ്റ്റിംഗ്, pulsed eddy current, magnetic flux leakage, ground penetrating radar, laser testing, microwave testing, vibration analysis, acoustic emission testing. റൈറ്റ്. ഇതിൽ ലേസർ ടെസ്റ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് മേജർലി നമ്മുടെ ലേസർ ഷീറോഗ്രഫി, പ്രൊഫിലോമെട്രി എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഷിപ്പ് ഇൻഡസ്ട്രിയിലാണ് അത്. വലിയ വലിയ യാച്ചുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ലേസർ ടെസ്റ്റിംഗ്. പിന്നെ നമ്മളുടെ മൾട്ടിപ്പിൾ ടെക്നിക് അപ്ലൈ ചെയ്തിട്ടുള്ള കസ്റ്റം മെയ്ഡ് എക്യുപ്മെന്റുകൾ ചെയ്യുന്ന ചില ജോബുകളുണ്ട്. ഉദാഹരണത്തിന് റിഫ്രാക്ടറി ട്യൂബ്സുകളുടെ ഇൻസ്പെക്ഷൻസ് ഒക്കെ വരുന്ന ചില ഏരിയകളുണ്ട്. ആ ഏരിയയിലൊക്കെ നമ്മൾ ഈ ലേസർ ടെസ്റ്റിങ്ങിന്റെ അല്ലെങ്കിൽ മൈക്രോവേവ് ടെസ്റ്റിങ്ങിന്റെ ഒക്കെ സപ്പോർട്ടുകൾ കണക്റ്റീവ്ലി എടുത്തുകൊണ്ടാണ് ഒരു ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. ഫിറ്റ്നസ് ഫോർ അനാലിസിസ് അല്ലെങ്കിൽ റിമൈനിങ് ലൈഫ് അസസ്മെന്റ് എന്നൊക്കെ പറയുന്ന പല പല മേഖലകളുമുണ്ട്. ഒരു കോമ്പോണന്റിന്റെ റിമൈനിങ് ലൈഫ് എത്രയാണ് എന്ന് അസസ് ചെയ്ത് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതികൾ. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ ഡാറ്റ നമുക്ക് പുൾ ചെയ്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ആ ഡാറ്റ പുൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകളാണ് ഈ പറയുന്ന മെത്തേഡുകളെല്ലാം. ഈ മെത്തേഡുകളിൽ നിന്നുള്ള കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിൽ നിന്നും നമ്മളുടെ ഫിറ്റ്നസ് ഫോർ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്ത് റിമൈനിങ് ലൈഫ് അസസ്മെന്റ് ചെയ്തതിനു ശേഷമാണ് ക്ലയന്റിന് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ തീരുമാനിക്കും ചിലപ്പോൾ ഇത് 10 കൊല്ലം ലൈഫ് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെദർ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്, അല്ലെങ്കിൽ മിനിമൽ റിപ്പയറിംഗിൽ ഇത് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, അതോ എൻഡ് ഓഫ് സർവീസ് കൊടുക്കാൻ സമയമായോ, ഇതൊക്കെ നോക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. റൈറ്റ്. സോ പലതരത്തിലുള്ള ലീക്ക് ടെസ്റ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ റെഫ്രിജറന്റ് ലീക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയോഡ് ബേസ്ഡ് ലീക്ക് ടെസ്റ്റിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, റെഫ്രിജറന്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും അതിന്റെ ലീക്ക് വരാൻ സാധ്യതയുള്ളത്. അതേപോലെ ഹാലോജൻ ഡയോഡ് ലീക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അത് എൻറ്റയർ ടാങ്കിന്റെ അല്ലെങ്കിൽ സ്പിയറിന്റെ ഒക്കെ ടോട്ടൽ ലീക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ടെക്നോളജിയാണ്. റൈറ്റ്. കമ്പ്യൂട്ടർ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ റേഡിയോഗ്രാഫി ഒരു ഡിജിറ്റൽ റേഡിയോഗ്രാഫി എന്ന് പറയും. ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന നമ്മളുടെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ DSLR ക്യാമറ ഒക്കെ ചെയ്യുന്ന അതേ പ്രോസസ്സാണ്. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, നമ്മൾ ഫിലിമിലെടുത്ത് ഫിലിം പ്രോസസ് ചെയ്ത് പ്രിന്റ് അടിച്ച് നമ്മൾ ഫോട്ടോ കാണുന്നു. അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഇന്നും റേഡിയോഗ്രാഫി കൺവെൻഷണൽ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് പോലെ ഫിലിംസ് ആണ് ഉണ്ടാവുന്നത് റേഡിയോഗ്രാഫിയുടെ ഭാഗമായിട്ട്. ആ ഫിലിംസിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ഫിലിംസ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി കൺസ്യൂമബിൾ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ കോസ്റ്റ് കട്ട് ഓഫ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മൾട്ടിപ്പിൾ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിജിറ്റൽ ഫിലിംസുകളായി മാറുന്നു. ഡിജിറ്റൽ ഫിലിംസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ മെമ്മറി കാർഡ് പോലെ തന്നെയാണ്. സ്ക്രീൻ വിസിബിൾ ആണോ? ഹലോ ഹലോ. അല്ല സർ, ഇപ്പൊ കട്ടായിട്ട് അതെ സർ, ഇപ്പൊ കട്ടായിട്ടുള്ളൂ. സോ നമ്മുടെ മെമ്മറി കാർഡ് പോലത്തെ ഒരു ഡിജിറ്റൽ പ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. ആ പ്ലേറ്റ്സിലേക്ക് നമ്മളുടെ റെക്കോർഡിങ്സുകളെ ചെയ്തതിന് ശേഷം നമ്മൾ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ദാറ്റ് ഇമേജ്. ആ രീതിയിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിജിറ്റൽ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പോ റീസെന്റ്ലി ഇനി വരാൻ പോകുന്ന ഓപ്പണിങ്ങുകളിൽ ഒരുപാട് ഓപ്പണിങ്ങുകൾ ഡിജിറ്റൽ റേഡിയോഗ്രാഫിക് ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ഒരു വേക്കൻസി ഉണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് അഡീഷണലി പറഞ്ഞു തരേണ്ട ഒരു ഇതാണ്. നമ്മൾ ഇപ്പോൾ ഫോട്ടോന്റെ ഫിലിം നോക്കുക എന്ന് പറയുന്ന വലിയ സംഭവബഹുലമായിട്ടൊരു കാര്യമായിട്ട് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ആരും പറയുന്നില്ല. പക്ഷെ റേഡിയോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം ഫിലിം ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന വലിയൊരു ഭാഗമുണ്ട്. വലിയൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിദേശ രാജ്യത്ത്, ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഫിലിം ക്യൂസികളുടെ ഒരു 60% വരെ പേർക്ക് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു ഭാഗമാണ് ജസ്റ്റ് ഫിലിം ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്.
ഇത് ഒരു സ്റ്റേജ് ഇന്റർപ്രിട്ടേഷൻ, ഒരിക്കലും ഇന്റർപ്രിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തുന്ന ഒരു ചടങ്ങല്ല. നമുക്ക് ഫസ്റ്റ് പാർട്ടി ഉണ്ടായിരിക്കും, സെക്കൻഡ് പാർട്ടി ഉണ്ടായിരിക്കും, ക്ലയന്റ് സൈഡ് ഉണ്ടായിരിക്കും, കോൺട്രാക്ടർ സൈഡ് ഉണ്ടായിരിക്കും, ഇൻസ്പെക്ഷൻ സൈഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 5 or 6 തട്ടുകളായിട്ട് റിവ്യൂ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ 6 തട്ടുകളിലും ആളുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഇത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഷോർട്ടേജ് ഫേസ് ചെയ്യുന്നു. ഇപ്പോൾ സ്പെസിഫിക്കലി അരാംകോ പോലത്തെ പ്രൊജക്ടുകളിൽ അരാംകോ സർട്ടിഫൈഡ് ഫിലിം ഇന്റർപ്രിറ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് നല്ല ഓപ്പണിംഗ് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ ആ ഫിലിം ഇന്റർപ്രിറ്റേഴ്സ് ചെയ്യുന്ന ഒന്നുമില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ യു ക്യാൻ സിറ്റ് ഇൻ എൻ AC റൂം ഓർ കംഫർട്ടബിൾ സ്പേസ്, യു ആർ വ്യൂവിംഗ് ദ ഫിലിം നോക്കുന്നു, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, അതിന്റെ ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നു, അതിൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നു, അത് അതിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവർ അതിന്റെ റെക്ടിഫിക്കേഷൻ മെത്തേഡ്, നിങ്ങൾ ജസ്റ്റ് ഇത് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ റിവ്യൂ ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ നിങ്ങൾ ചെയ്യുന്നു. എക്സ്ക്യൂസ് മീ, എനി ക്വസ്റ്റ്യൻസ്? ആരോ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ? Okay, let me move. ഇല്ല സർ. മറ്റൊരു മേഖലയാണ് ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന കൺവെൻഷണൽ അൾട്രാസോണിക്കിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു കൺവെൻഷണൽ അൾട്രാസോണിക് എന്ന് പറയുന്ന മെഷീൻ ഒരു 10 എണ്ണം വെച്ച് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു 50 എണ്ണം വെച്ച് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് ഇവിടെ ഒരൊറ്റ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരൊറ്റ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സേഫ്റ്റി റിലേറ്റഡ് ഇഷ്യൂസുകളോ ഒന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി ടെക്നിക് ആൻഡ് എൻ അഡ്വാൻസ് ടെക്നിക് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ രീതിയിലൊക്കെ ആയിരിക്കും ഇതിന്റെ ഡാറ്റ കിട്ടുന്നത്. സാമ്പിളിംഗ് ഡാറ്റയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഡാറ്റ ഉണ്ടായിരിക്കുക. ഈ ഡാറ്റയിൽ നിന്നും ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഈ ആദ്യം ഈ ഡാറ്റ കിട്ടുക എന്നുള്ളത് വലിയൊരു ചടങ്ങാണ്. ദാറ്റ് മീൻസ് യു നീഡ് ടു ലേൺ ഹൗ ടു ഒബ്റ്റെയിൻ ദിസ് ഡാറ്റ. അതിനുശേഷം ഈ ഡാറ്റയിൽ നിന്നും ഇന്റർപ്രിറ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് ഒരു പെർഫെക്റ്റ് ഡോക്യുമെന്റ് ആയി മാറുന്നത്. സോ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വകഭേദം വേറെയുണ്ട് ഇതിൽ. ടെക്നിക്കൽ ഡാറ്റ റിവ്യൂ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ജോബ് റോളുകളിൽ നിങ്ങൾക്ക് ഈ മേഖലയിലൂടെ കടന്നു വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ മേഖലയിലൂടെ ക്വാളിഫൈഡ് ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ഇതിന്റെ തന്നെ നെക്സ്റ്റ് ഫേസ് ഓഫ് ആക്ടിവിറ്റിയാണ് ഫുൾ മെട്രിക്സ് ക്യാപ്ചർ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കുറേം കൂടി സ്പെസിഫിക്കലി, അതായത് ഫേസ്ഡ് അറേ എന്ന് പറയുന്ന ഒരു ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ ലിമിറ്റേഷൻസുകളുണ്ട്. ആ ലിമിറ്റേഷൻസുകളെ ഓവർകം ചെയ്യുന്ന അടുത്ത ടെക്നോളജി ഓഫ് ഫേസ്ഡ് അറേ. ഫേസ്ഡ് അറേയിൽ തന്നെയുള്ള ചെറിയ മാറ്റങ്ങളിലൂടെ, സോഫ്റ്റ്വെയറിൽ വരുന്ന മാറ്റങ്ങളിലൂടെ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ് FMC എന്ന് പറയുന്നത്. ഫുൾ മെട്രിക്സ് ക്യാപ്ചർ അല്ലെങ്കിൽ ഡുവൽ മെട്രിക്സ് ക്യാപ്ചർ എന്നൊക്കെ പറയുന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ആ ടെക്നോളജി അപ്ലൈ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അത് ഇപ്പോൾ ഇതിലൊക്കെ ബേസിക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫേസ്ഡ് അറേ അറിയുന്ന ഒരാൾക്ക് FMC പഠിക്കാൻ പറ്റുള്ളൂ. FMC അറിയുന്ന ഒരാൾക്ക് അതിന്റെ അടുത്ത സ്റ്റേജ് എന്തെങ്കിലും വരുന്ന സമയത്ത് സോഴ്സ് അപ്പർച്ചർ ക്യാപ്ചർ ഒക്കെ എന്ന് പറയുന്നത്, ഫുൾ മെട്രിക്സ് ക്യാപ്ചർ അല്ലെങ്കിൽ ഡുവൽ മെട്രിക്സ് അറേ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അത് അറിയുന്ന ആളുകളെ മാത്രമേ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ബേസിക് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ. സോ ദീസ് ഓൾ ആർ ദ സ്പെഷ്യലൈസേഷൻസ് യു ക്യാൻ അപ്ഗ്രേഡ് ആസ് ഇറ്റ് ഈസ്, റൈറ്റ്? ദെൻ നെക്സ്റ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് മെറ്റീരിയലിന്റെ തിക്നെസ് എത്രയോ ആയിക്കോട്ടെ, മേജർലി ലാർജ് തിക്നെസ്, ഇപ്പൊ നിങ്ങൾ 100 mm അല്ലെങ്കിൽ 200 mm അല്ലെങ്കിൽ 250 mm ഒക്കെ ഉള്ള മെറ്റീരിയലുകൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളുണ്ട് പല ഏരിയകളിലും. ടാങ്ക് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സ്പെസിഫിക്കലി ചില കൺസ്ട്രക്ഷൻ ഏരിയകളിൽ, ഫാബ്രിക്കേഷൻ ഏരിയകളിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങളുടെ മെറ്റീരിയലിന്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ലിമിറ്റേഷൻസുകൾ മറ്റ് ടെക്നോളജിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡാറ്റ ഏകദേശം ഇങ്ങനെയായിരിക്കും അതിന്റെ ഡാറ്റ ഉണ്ടായിരിക്കും. ഈ ഡാറ്റയിൽ നിന്നും നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്ത് ഡാറ്റ റിസൾട്ട്സ് കൊടുക്കുന്നതാണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ EMAT ടെസ്റ്റിംഗ് എന്ന് പറയും, ഇലക്ട്രോമാഗ്നറ്റിക് അക്വാസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ കാറ്റഗറൈസേഷൻ. ഇത് അൾട്രാസോണിക്കിന്റെയും എഡി കറന്റിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ടെസ്റ്റിംഗിന്റെയും ഒരു മിക്സഡ് വേർഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ഗൈഡഡ് വേവ് ടെസ്റ്റിംഗ്. ഇത് നമ്മളിവിടെ ഈ ഫേസ്ഡ് അറേ ടെസ്റ്റിംഗും അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ ടെസ്റ്റിംഗും ഒക്കെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നുമല്ല. കേരളത്തിൽ കൊച്ചിൻ റിഫൈനറിയിലും അതുപോലെ തന്നെ നമ്മളുടെ പൈപ്പ് ലൈൻ പ്രൊജക്ട്സുകളിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ബട്ട് ഓൺ ലിമിറ്റഡ് നമ്പർ ആണ് ചെയ്യുന്നതെന്ന് മാത്രം. പുറത്ത് ഒരുപാട് എണ്ണം കൂടുതലാണ് അതിന്റെ. അതുപോലെ ഇപ്പൊ റീസെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്ട് ആണ് പാലാരിവട്ടത്തിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ പ്രൊജക്ട് നമ്മളുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ATF ഫ്യൂവൽ പൈപ്പ് ലൈൻ ഉണ്ട്. അത് ഓൾറെഡി അത് സബ്മേർജ്ഡ് ആണ്, ഐ മീൻ സബ്മേർജ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗൈഡഡ് വേവ് ടെസ്റ്റിംഗ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബറീഡ് പൈപ്പ് ലൈനിൽ നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗൈഡഡ് വേവ് ടെക്നിക്കിന്. ബാക്കിയൊക്കെ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത്
പുറത്തേക്ക് എടുത്തിട്ട് വേണം, അത് മീൻ സർഫസ് ആക്സസ് ടു ദ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടെക്നിക്ക് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബറീഡ് പൈപ്പ് ലൈനിനെ ഒരു ചെറിയ ഏരിയയിൽ ഒരു പിറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. യു ക്യാൻ ഹാവ് ഇറ്റ് 25 ടു ലാർജ് ഏരിയ കവറേജ് നമുക്ക് കിട്ടും. 25 മീറ്റർ വരെ മുതൽ 25 മീറ്റർ മുതൽ 150 മീറ്റർ വരെയുള്ള ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇൻസ്പെക്ട് ചെയ്ത് പോകാൻ പറ്റും. റൈറ്റ്, ദിസ് ഈസ് ദ വേ ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോഗ്രാഫാണ് ഇത്. റൈറ്റ്, ദെൻ നെക്സ്റ്റ് ഓട്ടോമാറ്റഡ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വകഭേദം. ഓട്ടോമാറ്റഡ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് പൈപ്പ് ലൈൻ ഇൻഡസ്ട്രിയിലാണ്. അതായത് ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ, ഒരു ഏരിയയിൽ നിന്നും വേറൊരു ഏരിയയിലേക്കുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ ഏരിയകളിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. എക്സ്പോസ്ഡ് പൈപ്പ് ലൈനുകൾ നമ്മളുടെ കേരളത്തിൽ വളരെ കുറവാണ്. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10% താഴെയാണ് എക്സ്പോസ്ഡ് പൈപ്പ് ലൈനുകളുള്ളൂ. ബാക്കി എല്ലാം ബറീഡ് പൈപ്പ് ലൈനുകളാണ്. എക്സ്പോസ്ഡ് പൈപ്പ് ലൈനിലാണ് ഇത് കൂടുതലും ചെയ്തു വരുന്നത്. ഇല്ലെങ്കിൽ നമ്മളുടെ ബറീഡ് പൈപ്പ് ലൈൻ ആണെങ്കിൽ എക്സ്കവേറ്റ് ചെയ്ത് എക്സ്പോസ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ബട്ട് ഇൻസ്പെക്ഷൻ ഈസ് ഹൈലി ഫാസ്റ്റർ. നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ആയി, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ, ഇത് മേജർലി നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ലൈനിലാണ് ഓറിയന്റ് ചെയ്തിട്ടാണ്. അതായത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നാലെ ഇൻസ്പെക്ഷൻ ചെയ്ത് പോകണം എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസിൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. കൺവെൻഷണൽ വേറെ ഏത് ടെക്നിക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മിനിമം 3 to 4 days എടുക്കുന്ന ആക്ടിവിറ്റി ഇതിലൊരു 15 minutes കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. AUT ഡാറ്റ, ഇതിൽ നിന്നും ഇന്റർപ്രറ്റ്, ഇതൊക്കെ ഓരോ ചാർട്ടുകളും എക്യുപ്മെന്റ് തരുന്ന റിപ്പോർട്ടുകളുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് റിസൾട്ട്സിനെ അക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇത് അറിയുക എന്നുള്ളതും അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാം, എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളതും എങ്ങനെ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതും പഠിക്കുക എന്നുള്ളതാണ് ഈ ഓരോരോ മേഖലകളുടെയും ഈ ലേണിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഇത് അറിയുന്ന ആൾക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ പൾസ്ഡ് എഡ്ഡി കറന്റ് എന്ന് പറയുന്നത് മറ്റൊരു വകഭേദമാണ്. അതിന്റെ ഡാറ്റ ഏകദേശം എങ്ങനെയായിരിക്കും, അത് കൊറോഷൻ അണ്ടർ ഇൻസുലേഷൻ അല്ലെങ്കിൽ മേജർലി കൊറോഷൻ അണ്ടർ ഇൻസുലേഷൻ എന്ന് പറയുന്ന കാറ്റഗറി, അതായത് ഇൻസുലേഷന്റെ അണ്ടറിൽ വരുന്ന പൈപ്പ് ലൈനിൽ തന്നെ അല്ലെങ്കിൽ സപ്പോർട്ട് സർവീസിൽ ഇൻസുലേഷന്റെ അടിഭാഗത്ത് കൊറോഷൻ വരാനുള്ള സാധ്യതകൾ ചില ഏരിയകളിലുണ്ട് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ്. ആ ഏരിയകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് കൊറോഷൻ അണ്ടർ പൾസ്ഡ് എഡ്ഡി കറന്റ് എന്ന് പറയുന്ന കാറ്റഗറൈസേഷൻ. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത് മേജർലി അപ്ലൈ ചെയ്യുന്നത് ടാങ്കിന്റെ, അതായത് നിങ്ങൾ കൊച്ചിൻ റിഫൈനറിക്ക് എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ഓയിലിന്റെ ഒക്കെ ചെറിയ ചെറിയ ടാങ്കുകളുണ്ട്. അങ്ങനത്തെ അല്ല, അത് മാത്രമല്ല അതിനേക്കാൾ എത്രയോ വലിയ ടാങ്കുകളുണ്ട്. അത്രയും വലിയ ടാങ്കുകളായാലും ചെറിയ ടാങ്കുകളായാലും അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് മെറ്റാലിക് പ്ലേറ്റ്സുകൾ കൊണ്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിന്റെ അടിയിൽ കൊറോഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അത് സ്കാൻ ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ ഡാറ്റ കൊടുക്കുക. അതിൽ കൊറോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫർദർ ഡാമേജിലേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി റെക്ടിഫിക്കേഷൻ മെത്തേഡുകൾ ചെയ്യണം. അതായത് ഈ പീരിയോഡിക് ഷട്ട് ഡൗണുകൾ വരും അതിന്. അപ്പോൾ കൊറോഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനും ഈ ടൈപ്പ് ഓഫ് സ്കാനിങ് പ്രോസസ്സുകൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആയിട്ടുള്ള ടെക്നോളജിയാണ്. കൺവെൻഷൻ ടെക്നോളജികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. അതുകൊണ്ടാണ് അഡ്വാൻസ് ടെക്നോളജികൾ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ഡാറ്റ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. ഇത് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും, GPR എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മളുടെ നിലമ്പൂർ ഭാഗത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഈ GPR അപ്ലൈ ചെയ്തതിനെ പറ്റി ന്യൂസ് ഒക്കെ വന്നിട്ട്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഫോറൻസിക് എന്ന് പറയുന്ന സിനിമ, മലയാളത്തിലെ ഒരു സിനിമയാണ് ഫോറൻസിക്. ഈ സിനിമയിൽ ഇത് ലാസ്റ്റ് യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും ഒരു ടെക്നോളജി ഓഫ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. മേജർലി ഇത് സിവിൽ സ്ട്രക്ചർ ഓറിയന്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബറീഡ് പൈപ്പ് ലൈനുകൾ, പണ്ട് കാലത്ത് ബറി ചെയ്തിട്ടുള്ള പൈപ്പ് ലൈനുകളുടെ GPS ടാഗുകളോ അല്ലെങ്കിൽ ലൊക്കേഷൻ ടാഗുകളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളെ ഇട്ടുപോയിട്ട് 25 വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 30 വർഷമായിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു മെയിൻ്റനൻസ് ചിലപ്പോൾ ആ സമയത്ത് 30 വർഷത്തിന് ശേഷമായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ആ മെയിൻ്റനൻസ് ടൈം എന്ന് പറയുന്ന ഒരു സമയത്ത് ഇതിന്റെ ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ വേറെ ടെക്നോളജികളൊന്നുമില്ല. അങ്ങനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ടെക്നോളജി ഇന്ന് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് കമ്പനികൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി, ഇപ്പോൾ കേരളത്തിലാകെ ഇതുവരെ പോയിരുന്നത്, ഇപ്പൊ 2 പൈപ്പ് ലൈനുകളോടെ പോകുന്നുണ്ട്. അതിന് മുന്നേ പോയിരുന്നത് പെട്രോനെറ്റ് CCK എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പൈപ്പ് ലൈൻ ആണ്. 230 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈൻ ആണ്. 2003 ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പൈപ്പ് ലൈൻ ആണത്. ആ പൈപ്പ് ലൈനിലൂടെ മേജർലി പോയിരുന്നത് പെട്രോൾ എന്ന് പറയുന്നത് അവര് പറയുകയാണെങ്കിൽ മോട്ടോർ സ്പിരിറ്റ്, ടെക്നിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ MS എന്ന് പറയും, മോട്ടോർ സ്പിരിറ്റ് എന്നാണ് പറയുക.
ഡീസൽ, കെറോസിൻ, ഈ 3 കാറ്റഗറൈസേഷൻ ആണ് അതിൽ പോയിക്കൊണ്ടിരുന്നത്. ഇതിലും ഈ പറയുന്ന പോലെ GPS ടാഗുകളൊന്നും വന്നു വെച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻലൈൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു വകഭേദമുണ്ട്. 5 വർഷം കൂടുമ്പോൾ ഈ പൈപ്പ് ലൈനിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ലൈഫ് എന്താണ്, അതിന്റെ കൊറോഷൻ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻലൈൻ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് ചെയ്യും. ഇൻലൈൻ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ GPS ഉള്ള എക്യുപ്മെന്റിന് ഇൻലൈൻ ഇന്റലിജന്റ് പിഗിങ് എന്നുള്ളതാണ് ആ കാറ്റഗറൈസേഷൻ. ഇന്റലിജന്റ് പറയുന്ന പേരാണ് ഞാൻ പറയുന്നത്. ഇൻലൈൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഡിവിഷനാണ്. പർട്ടിക്കുലർ ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ഇന്റലിജന്റ് പിഗിങ് എന്ന് പറയുന്നത്. ഈ ടെക്നോളജി അപ്ലൈ ചെയ്യുമ്പോൾ GPS ടാഗോട് കൂടിയുള്ള പ്രൊഡക്റ്റ് കയറ്റി വിട്ടിട്ട് അവര് നമ്മളുടെ ലൊക്കേഷൻസുകളെ ടാഗ് ചെയ്തു. എന്നിട്ട് ചില ഏരിയയിൽ ഇഷ്യൂസ് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്കവേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. എക്സ്കവേറ്റ് ചെയ്യുന്ന ഏകദേശം 28 സ്പോട്ടിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ 28 എക്സ്കവേറ്റ് ചെയ്ത സ്പോട്ടുകളിലും കണക്ട് ചെയ്തിട്ട് അവർ ടാഗുകൾ ഇട്ടുപോയി, GPS ടാഗുകളും നൊട്ടേഷൻസുകളും ഇട്ടുപോയി. അങ്ങനെ ഒരു 5-10 കൊല്ലത്തെ ഇൻസ്പെക്ഷൻ കഴിയുമ്പോഴേക്കും ഏകദേശം അവർക്ക് കംപ്ലീറ്റ്ലി GPS ടാഗുള്ള ഒരു പ്രൊഡക്റ്റായി കിട്ടും എന്നുള്ള രീതിയിലാണ് ആ ആക്ടിവിറ്റി. പക്ഷെ ആധുനിക കാലത്തിൽ ലേ ചെയ്യുന്ന പൈപ്പുകളിലെല്ലാം GPS ടാഗിങ്ങോട് കൂടിയിട്ടാണ്, സെൻസേഴ്സോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൊക്കേറ്റിംഗ് എ സ്പോട്ട് എന്നുള്ള ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പണ്ട് അങ്ങനെയല്ല, ഇത് ഇട്ട് ലേ ചെയ്തിരുന്ന ഡ്രോയിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഏത് ഡിഗ്രിയിൽ ഏത് ലാറ്റിറ്റ്യൂഡിലാണ് ലോഞ്ചിറ്റ്യൂഡിലാണെന്ന് എക്സാക്ട്ലി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു GPS അനലൈസർ കൊണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഡിഗ് ചെയ്യാനുള്ള സ്പോട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് ഇതിന്റെ ലൈൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പിന്നെ യൂസ് ചെയ്യുന്നതാണ് ഈ GPR എന്ന് പറയുന്നത്. ഏരിയ മനസ്സിലായിട്ടുണ്ടായിരിക്കും, പക്ഷെ എക്സാക്ട് ഓറിയന്റേഷൻ, ലൊക്കേഷൻ, എവിടെ ഡിഗ് ചെയ്യണം, നിങ്ങൾ ഡിഗ് ചെയ്യുമ്പോൾ ആ പൈപ്പ് ലൈനിന് കംപ്ലൈന്റ് പോലും വരാൻ പാടാത്ത രീതിയിലാണല്ലോ ഡിഗ് ചെയ്യാൻ, എക്സ്കവേറ്റ് ചെയ്യാൻ. അപ്പോൾ അതും കൂടി നോക്കി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി GPR എന്ന് പറയുന്ന ടെക്നോളജി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ലേസർ ടെക്നോളജിയുടെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ലേസറും മൈക്രോവേവിനെ പറ്റിയിട്ടും. വൈബ്രേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ടെക്നോളജിയാണ്. പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് മൂവിങ് പാർട്സുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഇതുപോലത്തെ സെൻസർ ഐദർ പെർമനന്റ്ലി ഡീപ്ലേ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ പീരിയോഡിക് ഇൻസ്പെക്ഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻസ്പെക്ഷൻ ചെയ്യും. അതിനൊരു സ്റ്റഡി ഉണ്ട്, അതിൻ്റെ ഒരു അനലൈസേഴ്സുകൾ ഉണ്ട്, വൈബ്രേഷൻ അനലൈസേഴ്സ് സെൻസേഴ്സുകൾ ഉണ്ട്. ആ സെൻസർ കണക്ട് ചെയ്ത് ആ ഡാറ്റ റീഡ് ഔട്ട് ചെയ്ത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ റെക്കോർഡിൽ കൊടുക്കണം. കാരണം ആ എക്യുപ്മെന്റിന് ഒരു പർട്ടിക്കുലർ വൈബ്രേഷനിൽ മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സോ അത് അനലൈസ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് റിപ്പോർട്ടുകൾ മാനുഫാക്ചറർ ആണെങ്കിൽ മാനുഫാക്ചർക്ക്, അല്ലെങ്കിൽ ക്ലയൻറ്റിനാണെങ്കിൽ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു രീതി ഓഫ് ഇൻസ്പെക്ഷൻ ആണ് ഈ വൈബ്രേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ചില കമ്പനികൾ ഇതിൽ ഇൻഹൗസ് ടീം തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ചില കമ്പനികൾ ഇത് എക്സ്റ്റേണൽ ടീമുകളെയാണ് കോൾ ചെയ്യുന്നത്. Then acoustic emission, again this is a structural analysis self monitoring system ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ അൾട്രാസൗണ്ട് എമിസിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ടെക്നിക് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. മേജർലി നമ്മളുടെ പ്രഷർ വെസലുകളുടെയും കോളങ്ങളുടെയും അതുപോലെ തന്നെ സ്പിയറുകളുടെയും ഒക്കെ ലെഗ് സപ്പോർട്ടിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അടുത്തൊരു വകഭേദം എന്ന് പറയുന്നത് ഡ്രോൺ NDT എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ആണ്. ഡ്രോൺ NDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അതായത് നമുക്ക് വിഷ്വലി ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു സ്കഫോൾഡ് ഇട്ടിട്ട് വേണം ഹൈറ്റിലുള്ള ഒരു സ്ഥലത്തേക്ക്. സ്കഫോൾഡ് എന്നുള്ള ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. സ്കഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റിക്ക് വേണ്ടി ഇടുന്ന സപ്പോർട്ട് സർവീസസിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. സ്കഫോൾഡിങ്ങിൽ കയറിയിട്ട് വേണം നമുക്ക് വലിയ ഹൈറ്റിലുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ. അത് സ്കഫോൾഡിങ്ങിന് ഒരു കോസ്റ്റ് ചിലവാക്കണം. ഇപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ പീരിയഡിൽ വൺസ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടി മാത്രം ഒരു സ്കഫോൾഡ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്ലി പ്രോസസ്സ്. വെറുതെ കോസ്റ്റ് ഇൻസ്പെക്ഷൻ കോസ്റ്റ് എക്സ്പെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് അത് ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ചെയ്താൽ മാത്രമേ ഇൻ ഫിസിക്കൽ ഇൻസ്പെക്ഷൻസുകൾ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഡ്രോൺ NDT എന്ന് പറയുന്നത്. ഡ്രോൺ NDTയിൽ നമുക്ക് വിഷ്വലി ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫൊക്കെ ചെയ്യുന്ന പോലെ തന്നെ it's a professional machine, not just like a small phantom പോലത്തെ DJI phantom പോലത്തെ ചെറിയ എക്യുപ്മെന്റുകളല്ല. അത് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സുകളുണ്ട്. അതിൽ കണക്ട് ചെയ്ത് നമ്മൾ റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്ന് മോണിറ്റർ ചെയ്തതിന് ശേഷം എനി സ്പെസിഫിക് ഇഷ്യൂസ് എങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ റെക്ടിഫിക്കേഷൻ ചെയ്താൽ മതി. സ്പെസിഫിക് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ ഇഷ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫർദർ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു കോസ്റ്റ് കട്ടിങ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഡ്രോൺ NDT എന്ന് പറയുന്നത്. Again, ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും യു ഷുഡ് നോ ഹൗ ടു ഓപ്പറേറ്റ് എ ഡ്രോൺ ആൻഡ് വാട്ട് ഈസ് ദ കൺവെൻഷണൽ ടെക്നോളജികൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഇൻസ്പെക്ഷൻ ടെക്നിക്കൽ സർട്ടിഫൈഡ് ആയിരിക്കണം. അലോങ് വിത്ത് ദാറ്റ് യു നീഡ് ടു ഗെറ്റ് ഇറ്റ് സർട്ടിഫൈഡ് ആസ് എ ഡ്രോൺ ഓപ്പറേറ്റർ.
ലൈസൻസ് വേണം. സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കറസ്പോണ്ടിങ് കൺട്രിയുടെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡ്രോൺ ഓപ്പറേറ്റർ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാണാനുണ്ടോ? Yes, sir. റോപ്പ് ആക്സസ് കാറ്റഗറിയാണിത്. റോപ്പിൽ തൂങ്ങി കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ റോപ്പ് ആക്സസ് ആണെങ്കിലും സ്കഫോൾഡിംഗ് ആണെങ്കിലും മാൻ ലിഫ്റ്റ് ആണെങ്കിലും കോസ്റ്റ്ലി പ്രോസസ്സാണ്. അപ്പൊ അതിന് പകരം നമ്മൾ മീൻസ് ഡ്രോൺ ബേസ്ഡ് പ്രൊഡക്റ്റുകളെ ഹെൽപ്പിലേക്ക് സ്വീകരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഡ്രോൺ NDT എന്ന് പറയുന്നത്. ആ സ്പോട്ടിലെ തിക്നെസ് സർവേ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൺവെൻഷണൽ തിക്നെസ് സർവേ. ഓക്കെ, നമ്മൾ മാനുവലി അവിടെ എത്തണം. ഏതാണോ സ്ഥലം അവിടെ പ്രിസൈസ് ആയിട്ട് പോയിന്റുകൾ എടുക്കുന്നു. എനി കൈൻഡ് ഓഫ് ഡിഗ്രഡേഷൻ ഇൻ കൊറോഷൻ എന്നുള്ള റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്തതിനനുസരിച്ചിട്ട് ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രോസസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സ്കാനിങ്, കംപ്ലീറ്റ് സ്കാനിങ് എന്ന് പറയും. സ്പോട്ട് മാത്രമല്ലാതെ കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്യുന്ന ഒരു ഏരിയയും വിടാതെ സ്കാൻ ചെയ്യുന്ന പ്രോസസ്സാണ്. സ്കാൻ ചെയ്ത് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സും ടൂൾസും ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് GJ ഫാൻഡം പോലത്തെ ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ ഉണ്ട്. അതാണ് ഈ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഇൻസ്പെക്ഷൻ ടൂളുകൾ വേണം, അതിൻ്റെതായിട്ടുള്ള റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറുകൾ വേണം, അതിന്റെ എക്യുപ്മെന്റ് സപ്പോർട്ടീവ് ഫീച്ചേഴ്സുകൾ വേണം, കോൺടാക്ട് ടെസ്റ്റിംഗുകളുണ്ട്, നോൺ കോൺടാക്ട് ടെസ്റ്റിംഗ് പ്രൊഡക്ട്സുകളുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഇറ്റ് ഷുഡ് ബി റിജിഡ്, അല്ലാതെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കില്ല ഇതിൽ വരുന്നത് നോർമലി കേട്ടോ. നെക്സ്റ്റ് NDT പോലെ തന്നെയുള്ള ഒരു മറ്റൊരു മേഖലയാണ് QA/QC എന്ന് പറയുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാന്റ് ഓപ്പറേറ്റർ ആയിട്ട് അല്ലെങ്കിൽ പ്ലാന്റ് ഇൻസ്പെക്ടർ ആയിട്ട് പോകാനും, അതുപോലെ വെൽഡിംഗ് ആയിട്ട് പോകാനും, വെൽഡിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ വെൽഡിംഗ് ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടൊരു മേഖലയിലേക്ക് പോകാനും, അല്ലെങ്കിൽ ഡോക്യുമെന്റ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പോകാനും, അല്ലെങ്കിൽ ക്വാളിറ്റി അനാലിസിസ്, ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ്, ക്വാളിറ്റി എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ, സൈറ്റ് ക്വാളിറ്റി അനലിസ്റ്റ്, സൈറ്റ് ക്വാളിറ്റി എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ പല പല ഡെസിഗ്നേഷൻസുകൾ ഉണ്ട് കേട്ടോ. ഈ ഡെസിഗ്നേഷൻസിലേക്ക് എല്ലാം റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് QA/QC എന്നൊരു മേഖലയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. പിന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ വരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ MEP എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ മൈക്രോ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ MEPയെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫേസിൽ മാത്രം ഉപയോഗിച്ചു വരുന്ന ഒരു ടെക്നോളജിയാണ് MEP എന്ന് പറയുന്നത്. അതായത് പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് നടക്കുന്ന മേഖലയിലാണ് കൂടുതലും MEPക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൺസ്ട്രക്ഷൻ ആണോ, മെയിൻ്റനൻസ് ആണോ, ഇൻ സർവീസ് ആക്ടിവിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മെയിൻ്റനൻസും ഇൻ സർവീസ് ഇൻസ്പെക്ഷനുമാണ്, കൺസ്ട്രക്ഷനേക്കാൾ കൂടുതൽ. കാരണം പുതിയ പ്രൊജക്ട് വരുമ്പോൾ മാത്രമാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി മറ്റു മേഖലകളിലേക്ക് വരും. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നമുക്ക് ഇതിലേക്ക് വരാം. QA/QC എന്ന് പറയുന്ന ഒരു ഏരിയയും അതുമായി അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലേക്കും വരാം. QA/QC എന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്ന ഒരു സർവീസ് ആവുന്നത് വരെ, ഒരു ഇഷ്യൂ വരുന്നത് വരെ ഇതൊക്കെ ആൾവേസ് ഗ്രാൻഡഡ് എന്നുള്ള കാറ്റഗറൈസേഷൻ ആണ്. പക്ഷെ ഒട്ടുമിക്ക കമ്പനികളും ഈ റെഗുലേറ്ററി ബോർഡുകളും IBR പോലത്തെ റെഗുലേറ്ററി ബോയിലേഴ്സ് ആൻഡ് റെഗുലേഴ്സ് ആക്ട് പ്രകാരമുള്ള ഇന്ത്യൻ ബോഡിയാണ് IBR എന്ന് പറയുന്നത്. അതുപോലെ 100 കണക്കിന് റെഗുലേറ്ററി ആക്ടുകളുണ്ട് ഓരോ രാജ്യത്തിൻ്റെതുമായിട്ടുള്ളത്. ആ റെഗുലേറ്ററി ബോർഡുകളും ആക്ടിവിറ്റികളും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിൽ ഒരുപാട് കൺട്രോൾസുകളും QA/QC ഡെസിഗ്നേഷൻസുകളും മസ്റ്റ് ആണ്. ഇല്ലാതെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ എല്ലാം അപ്രൂവലുകളും സിഗ്നേച്ചറുകളും ഉണ്ടെങ്കിൽ ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പ്രൊജക്ഷൻസുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ QA/QC ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ട് കയറി വരണം. QA/QC ഇൻഡസ്ട്രിയിലും നിരവധി മേഖലകളിലേക്ക് കടക്കാൻ ചില ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചെറിയ ആക്ടിവിറ്റികളിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അത് നേടിയെടുക്കുക, നിങ്ങൾ ആ മേഖലയിലേക്ക് പോവുക. പ്ലാന്റ് ഓപ്പറേറ്റർ ആയിട്ട് പോകാം, അതിലേക്ക് പോകാം. ഓരോന്നും ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ സ്കിൽ സെറ്റ് ഓറിയന്റ് ചെയ്തിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് പോകുന്നത്. അല്ലാതെ വെറുതെ
നമ്മളൊരു ബേസ് ലെവൽ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഫോക്കസ് ചെയ്യുക ഏത് മേഖലയിലേക്ക് പോകണം. എനിക്ക് കുറച്ചും കൂടി നല്ലത് തോന്നുന്നത് ഈ മേഖലയാണ്, ഞാൻ ആ മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഗൈഡ് ലൈൻസുകൾ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ പോയി വരാം. സോ ചില ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോൾ അത് പറയുമ്പോൾ മെയിൻലി വേറെ പറയേണ്ട പോയിന്റ്, ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ചില സ്റ്റുഡൻസുകളുടെ സ്പെസിഫിക്കലി ചില സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡെസിബൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവര് കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലാൻഡ് അല്ലെങ്കിൽ UK പോലത്തെ സ്ഥലത്തേക്ക് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ വിസിറ്റ് സ്റ്റുഡന്റ് വിസയിൽ കയറുന്നു. സ്റ്റുഡന്റ് വിസയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ കോഴ്സുകൾ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്തതിനു ശേഷം അവർക്ക് 2 ഇയർ സ്റ്റേ ബാക്ക് അയർലാൻഡ് ഒക്കെ കൊടുക്കുന്നു. 2 ഇയർ സ്റ്റേ ബാക്കിൽ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രോപ്പർ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർ പോകുന്നതെന്നുണ്ടെങ്കിൽ 2 ഇയർ സ്റ്റേ ബാക്ക് സമയത്ത് ഇവർ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം അവർക്ക് 22 to 30 യൂറോസ് പെർ ഹവർ എന്നുള്ള രീതിയിൽ ഇൻ പ്ലെന്റി ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് ഇൻ പ്ലെന്റി ആണ് വേക്കൻസി അവിടെയൊക്കെ. ബട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ ഡയറക്റ്റ് ഹയർ ചെയ്യാനുള്ള പോസിബിലിറ്റി അവർക്ക് അവിടെ ഇല്ല. നേരെ മറിച്ച് നിങ്ങൾ അവിടെ സ്റ്റുഡന്റ് വിസയിൽ എത്തിക്കഴിഞ്ഞ ശേഷം പോസ്റ്റ് സ്റ്റേ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ഒബ്വിയസ്ലി സ്കിൽഡ് ആൻഡ് ക്വാളിഫൈഡ് ആയിട്ടാണ് എന്നുള്ളത് അവർക്ക് അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലസ് എക്സ്പീരിയൻസ് ഇൻ ദിയർ ഓൺ കൺട്രി ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് തരാനും അവർക്ക് റെഡിയാണ്. ഒരുപാട് കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസും അങ്ങനെ ചെയ്യുന്നുണ്ട്. ബട്ട് ഇനീഷ്യൽ അവിടെ എത്തി ആ എക്സിക്യൂഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റില്ല. അല്ലാത്ത റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, അതിനുശേഷം അബ്രോഡിലേക്ക് മിഡിൽ ഈസ്റ്റ് പോലത്തെയോ അല്ലെങ്കിൽ ഫാർ ഈസ്റ്റ് പോലത്തെ രാജ്യങ്ങളിലേക്ക് കടക്കുക, അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ യൂറോപ്യൻ കൺട്രീസിലേക്കോ അല്ലെങ്കിൽ ജർമ്മനി മറ്റു ഏരിയകളിലേക്കോ കടക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്തു വരുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അറൌണ്ട് 22 to 30 യൂറോസ് എന്ന് പറഞ്ഞാൽ മിനിമം വീക്ക്ലി 40 ഹവേഴ്സ് ജോബ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. 40 ഹവേഴ്സ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഏൺ സ്മൂത്ത്ലി യു ക്യാൻ ഏൺ അപ് ടു 4 to 5 lakhs ഇൻ എ മിനിമം ലെവൽ. ഇത് നിങ്ങളുടെ ബേസ് ലെവൽ ക്വാളിഫിക്കേഷൻ കേട്ടോ. ബേസ് ലെവൽ ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് പ്ലസ് ഈ ആഡ് ഓൺ ക്വാളിഫിക്കേഷൻസ് സ്പെസിഫിക്കലി ആ രാജ്യങ്ങളുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന റിക്വയർമെന്റുകളാണ് ഈ പറയുന്നത്. റീസെന്റ് വന്നിരിക്കുന്ന കുറച്ച് ജോബ് പോസ്റ്റിംഗ്സുകളുടെ കാര്യം ഇത് ഇത്ര മാത്രം എന്നല്ല, ഒരുപാട് ജോബ് പോസ്റ്റിംഗ്സുകൾ വരുന്നുണ്ട്. ഡിപ്പെൻസ്, അത് നിങ്ങളുടെ റിക്വയർമെന്റ് വരുന്നതനുസരിച്ച് മാറി പറഞ്ഞുകൊണ്ടും വരും. ഓരോ കമ്പനിയുടെയും കാണാനുണ്ടോ? യെസ് സർ, കാണുന്നുണ്ട്. വെസ്റ്റാസ് എന്ന് പറയുന്നത് നമ്മളുടെ വിൻഡ് എനർജി മാനുഫാക്ചറിങ് ചെയ്യുന്ന ചെന്നൈ ബേസ്, ആക്ച്വലി യൂറോപ്യൻ കമ്പനി. ചെന്നൈയിൽ അവർക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ചെന്നൈയിൽ മീൻസ് ഇന്ത്യയിൽ ചെയ്യുന്ന 2 കമ്പനികളാണ്, ഒന്ന് വെസ്റ്റാസും ഒന്ന് സ്വിസ്ലോൺ എന്ന് പറയുന്ന 2 കമ്പനികളാണ് വിൻഡ് എനർജി മെയിൻലി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് അവർ 2 പേരുടെയിലും ഹ്യൂജ് റിക്വയർമെന്റ് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് ഇത്. തെറ്റില്ലാത്ത പേ സ്കെയിലുകൾ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അവർ ലൈഫ് ഇസ് എൻജോയിങ് ആൻഡ് ഫണ്ണിങ് ആണ്. സാലറി സർവേ ഓറിയന്റഡ് ആണ്. സ്റ്റാർട്ടിംഗ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങളോട് ലിയോ സാറൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എനിവേസ് ഐ അപ്രീഷിയേറ്റ് ലിയോസ് ഇനീഷ്യേഷൻ ഫോർ ദിസ്. എങ്കിലും ഞാൻ ഒന്നുകൂടിയും പറയാം, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് രാത്രിക്ക് രാത്രി നിങ്ങളെ ആരും വന്ന് എടുത്തു കൊണ്ടുപോയി നിങ്ങൾക്ക് നിങ്ങളുടെ സോ കോൾഡ് എക്സ്പെക്ടഡ് സാലറി തരുന്ന വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും നടന്നുകൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും നടന്നുകൊള്ളണം എന്നില്ല. ഇത് നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 100 പേര് എടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് നടന്നാൽ ഇറ്റ് ഈസ് വെരി ലക്കി, അത്രേ പറയാൻ പറ്റും. നമുക്ക് ആ മിനിമം അല്ലെങ്കിൽ ബാക്കിയുള്ള 98 പേരുടെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ 98 പേര് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു നിങ്ങൾ കോഴ്സ് ചെയ്യോ ഇല്ല എന്നുള്ളത് അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടോന്നൊക്കെ അനുസരിച്ചിരിക്കും. എനിവേസ് നിങ്ങൾ സർട്ടിഫൈഡ് ആയി എന്ന് വിചാരിക്കും. സർട്ടിഫൈഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പ്രതീക്ഷിക്കുന്നതാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനി എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ. ഞാൻ കണ്ടിടത്തോളം നമ്മളിവിടെ സ്റ്റുഡൻസിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതും ഡിസ്കസ് ചെയ്തിരിക്കുന്നു വെച്ചിട്ട് 50 മുതൽ 60% അപ്രന്റീസ്ഷിപ്പ് ട്രെയിനി പ്രോഗ്രാമിലേക്ക് കയറിയിരിക്കുന്ന കാൻഡിഡേറ്റ്സിനും ബേസിക്കലി ആ പ്രൊഡക്റ്റ് തൊടാനോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഹാൻഡ്സ് ഓൺ എക്സ്പെർട്ടൈസ് എന്തോ ആയിക്കോട്ടെ, ഏത് കമ്പനിയോ ആയിക്കോട്ടെ, ചെയ്യാനോ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അവർ ഓരോ ഗ്ലാൻസ് ഇങ്ങനെ പോയിട്ടുണ്ടാവും എന്നല്ലാതെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. കാരണം അത് അവരെ സമ്മതിക്കില്ല. കാരണം അപ്രന്റീസ്ഷിപ്പ് ട്രെയിനീസിന് സാധാരണഗതിയിൽ അങ്ങനത്തെ സംഭവിക്കില്ല. നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിയിലേക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇത്രയും ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും, അത് വെച്ച് നമുക്ക് ഫർദർ ഗ്രോത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈവൻ എയർ ഇന്ത്യയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പോലും ഇതേ അവസ്ഥയാണ് അവരുടെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്.
അവർക്ക് ഇന്നേ വരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രോസസ്സിലും ചെയ്യാൻ പറ്റില്ല. വർക്ക്ഷോപ്സിലും ബാക്കിയുള്ള ചില ഏരിയകളിലും അവർ ഓപ്പറേറ്റ് ചെയ്തു എന്നല്ലാതെ കൂടുതൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്കിൽ സെറ്റ് ഷോ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പീരീഡിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, ബട്ട് അവിടുത്തെ കണക്ഷൻ ചിലപ്പോൾ അവർക്ക് ഫർദർ ആയിട്ടുള്ള പിന്നീട് എന്ത് റൂട്ടിലേക്ക് പോകണം എന്നുള്ള ഹെൽപ്പിലേക്ക് എത്തിയിട്ടാണ് പിന്നീട് അങ്ങനെ പോയിട്ടുള്ളത്. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിക്ക് എയർ ഇന്ത്യയിൽ കയറി, അതിനുശേഷം ഒരു കൊല്ലത്തെ അവിടുത്തെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഈ QC ഇൻഡസ്ട്രി എന്താണെന്നും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്താണെന്നും എയറോസ്പേസ് ഇൻഡസ്ട്രി എന്താണെന്നും അതിന്റെ ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി പിന്നീട് വന്ന് കോഴ്സുകൾ ചെയ്ത് ഇതേപോലെ റൂട്ട് ചെയ്ത് പോകുന്ന കാൻഡിഡേറ്റ്സും ഉണ്ട്. ഇത് രണ്ട് രീതിയിലുണ്ട്. നിങ്ങളോട് ഇപ്പോൾ ഈ അവസ്ഥയിൽ സാർമാരാണെങ്കിലും ശരി, ഞങ്ങളെ പോലത്തെ ഇൻഡസ്ട്രിയൽ ടോക്കേഴ്സ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 100% സെക്യൂർ ചെയ്തോണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ ചെയ്യില്ല. സാധാരണ ഗതിയിൽ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് മാത്രമേ ഇൻഡസ്ട്രിയിലേക്ക് വരികയുള്ളൂ. അല്ലാത്തവർ നിങ്ങളുടേതായി പോയി റൂട്ട് 1-2 കൊല്ലം ഇതേപോലെ നിങ്ങളൊന്ന് കറങ്ങി തിരിഞ്ഞ് ഇൻഡസ്ട്രിയെ പറ്റി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ റൂട്ടിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ മേഖലകളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുള്ളൂ. മാർക്കറ്റ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇൻഡസ്ട്രിയൽ സാലറിയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാലറി ഇന്ന് കൊടുക്കപ്പെടുന്നത് പവർ ജനറേഷൻ ഇൻഡസ്ട്രിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് പൈപ്പ് ലൈൻ ഇൻഡസ്ട്രി, എയറോസ്പേസ് ഇൻഡസ്ട്രി, ദെൻ അതിന്റെ താഴെയാണ് കെമിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി വരുന്നത്. കെമിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിക്ക് ഒരു സ്പെസിഫിക് മേഖല ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾ റിലേറ്റഡ് ടു QA/QC കേട്ടോ. ഓക്കെ, ഓയിൽ ആൻഡ് ഗ്യാസ് പവർ ജനറേഷൻ ആണെന്ന് പറഞ്ഞാലും ഓയിൽ ആൻഡ് ഗ്യാസ് അസോസിയേറ്റഡ് പവർ ജനറേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് അസോസിയേറ്റഡ് പൈപ്പ് ലൈൻ, ഓയിൽ ആൻഡ് ഗ്യാസ് അസോസിയേറ്റഡ് എയറോസ്പേസ് സെക്ടർ, അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ എയറോസ്പേസ് കംപ്ലീറ്റ്ലി മാത്രമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. സോ കെമിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിഫൈനിങ് പ്രോസസ്സ് പോലത്തെ കാര്യങ്ങളെല്ലാം വരുന്നതാണ് കെമിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ, ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റി ഉണ്ട്. അതെല്ലാം വരുന്നതാണ് കെമിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക്കലി ഇപ്പോൾ റഷ്യൻ സെക്ടറിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഹൈ പേ ആണ് അവിടെ വരുന്നത്. മിഡിൽ ഈസ്റ്റ് സെക്ടറിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻസ് കൂടുതലാണ്, ലൈഫ് സ്റ്റൈലുകളുടെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് കമ്പയർ ടു റഷ്യ പേയ്മെന്റുകൾ കുറവായിരിക്കും ദിസ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോർമലി സ്റ്റാർട്ടപ്പ് സാലറി നിങ്ങൾ പുറത്തേക്ക് നിങ്ങളുടെ നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കയറി പോകുന്നതെന്നുണ്ടെങ്കിൽ എനിവേ സ്റ്റാർട്ടിംഗ് സാലറി ഫ്രം ഒരു 45,000 ഓൺവേർഡ്സ് മിനിമം ബെഞ്ച് മാർക്ക് സാലറി വെച്ചിട്ട് കയറുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് 1.5 to 2 ലക്ഷം വരെയാണ് ഒരു മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റിന് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഫാർ ഈസ്റ്റിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി ഇന്നത്തെ സിനാരിയോയിലാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹയർ ലെവൽ ക്വാളിഫിക്കേഷൻ വേണം. Then some organizations which is recognized as international certifications recognized ചെയ്തിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ അമേരിക്കൻ സർട്ടിഫിക്കേഷൻസ്, ബ്രിട്ടീഷ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഡെസിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ASNTയുടെ ഓതറൈസ്ഡ് ട്രെയിനിങ് പാർട്ണർ ആണ്. വേറെ ഓതറൈസ്ഡ് ട്രെയിനിങ് പാർട്ണേഴ്സ് ആരും അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗിന് കേരളത്തിലില്ല. പിന്നെ NDT നിങ്ങൾക്ക് അറിയാം, കേരളത്തിൽ XRY എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. ഡിപ്പെൻഡ്സ് അപ് ടു യുവർ ചോയ്സ് ഏതാണോ ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. ദെൻ ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സിനാരിയോയിൽ ബ്രിട്ടീഷ് സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. കുറച്ചും കൂടിയും വാല്യൂ ബ്രിട്ടീഷ് റിലേറ്റഡ് അല്ലെങ്കിൽ BS സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്. ഒരു ഓർഗനൈസേഷൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ISO 9712 എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യു ഷുഡ് ഫോക്കസ് ഓൺ ISO 9712 റിക്വയർമെന്റ്സ്. പിന്നെ ഉള്ളത് അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇവർ കൂടുതലും ഇൻ സർവീസ് ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻ സർവീസ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പ്ലാന്റ് ഇൻസ്പെക്ഷൻ കാറ്റഗറൈസേഷൻ. ദെൻ മറ്റൊരു ഓർഗനൈസേഷൻ ആണ് ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസസ്. ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ പറയുന്നത് സർട്ടിഫിക്കേഷൻ ബോഡിയാണ്, സ്കോട്ട്ലാൻഡ് ബേസ്ഡ് ആണ്. നമ്മൾ ചെയ്യുന്ന കുറെ സർട്ടിഫിക്കേഷൻസുകൾ ഈ ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻസിന്റെയാണ്. പിന്നെ TWI എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, ദ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് UK കേംബ്രിഡ്ജിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവരും ഇതേപോലെ ഒരുപാട് സർട്ടിഫിക്കേഷൻസുകൾ ചെയ്യുന്നുണ്ട്. അഗെയിൻ അമേരിക്കൻ സൊസൈറ്റി ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇവർ സ്പെസിഫിക്കലി സർട്ടിഫിക്കേഷൻസുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും മിനിമം 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം ഒരു തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി മുഖാന്തരം US പോയിട്ട് മാത്രമേ അവരുടെ എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ. ബട്ട് ഇഫ് യു റൈറ്റ് ദ എക്സാമിനേഷൻ ആസ് എൻ ASME ഓതറൈസ്ഡ് ഇൻസ്പെക്ടർ, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേ മിനിമം ഒരു മാസം 8 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ, ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
പാസ്സായി പോരാവുന്ന ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഇനീഷ്യലി സ്ട്രഗ്ലിംഗ് പീരീഡ് എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വേണം അതിലേക്ക് അപ്ലൈ ചെയ്ത് കയറാൻ, അല്ലാതെ ചാടിക്കയറി നമുക്ക് തെറ്റില്ല. ദെൻ ഐക്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. അത് കൊറോഷനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ ഭാഗമായിട്ട് ഈ ഐക്കോർ പോലത്തെ വേറെയും ബോഡികളുണ്ട്, SSPC എന്നൊക്കെ പറയുന്ന ബോഡികളുണ്ട്, സൊസൈറ്റി ഫോർ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് എന്ന് പറയുന്ന അത്. അങ്ങനെ പല സർട്ടിഫിക്കേഷൻ ബോഡികളുണ്ട്. നമ്മൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി പോലെയാണ് ഇവിടെ സർട്ടിഫിക്കേഷൻ ബോഡികൾ. ഇവരെയാണ് ഓത്തറൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ അപ്രൂവലുകൾ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴ്സുകളായിട്ട് അവർ ഡെലിവർ ചെയ്യുന്നത്. അവർ അംഗീകരിച്ചിട്ടുള്ള സെന്ററുകളിൽ പോയി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അവരാണ് അപ്പോഴാണ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നത്. സോ ഫാർ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പ്ലേസ്മെന്റ് കാറ്റഗറൈസേഷൻ 88,487 പ്ലേസ്മെന്റ്സ് ഡെസിബിൾ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ 1,500+ ക്ലയൻസിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതൊരു ഡിസ്കസ് സെഷൻ ആയിട്ട് പോകാൻ എനിക്ക് കുറേ കൂടി ആദ്യം മുതലുള്ള താല്പര്യം. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിന് ആൻസർ ഇപ്പോൾ പറയാം. You can easily ask. Already 1.5 hours, 1 hour plus ആയിട്ടുണ്ട്. ഹലോ, ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മളിപ്പോ എടുത്ത സെഷനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ അറിയാത്ത കാര്യങ്ങളോ എന്ത് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ പല ഏരിയകളും ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം, ടച്ച് ചെയ്യാതെ പോയിട്ടുണ്ടായിരിക്കാം. ബട്ട് ഈ ലിമിറ്റേഷൻ, ടൈം ഫ്രെയിം ലിമിറ്റേഷൻ എന്ന്, ബിക്കോസ് മുന്നേ ഒരു സെഷൻ ചെയ്തപ്പോൾ ഏകദേശം 1 മണി വരെ പോയി എന്നുള്ള ഒരു 1.5 മണി വരെ പോയി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ലിമിറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്. നിങ്ങൾക്ക് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചോദ്യം ചോദിക്കാം. ഓക്കെ, ഹലോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സെഷനെ കുറിച്ച്, ഇൻഡസ്ട്രീനെ കുറിച്ച്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച്, അങ്ങനെയുള്ള എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചോദിക്കാം, സാറിനോട് ചോദിക്കാം. ഓക്കെ, ഓക്കെ. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹലോ, ഓക്കെ, പറഞ്ഞോളൂ. ഫീസ് കാര്യങ്ങളും അതൊക്കെ പിന്നീട് സംസാരിക്കാം. സാർ ഈ QHSC പറ്റിയിട്ട് പറയാൻ പറ്റുമോ? QHSC പറ്റിയിട്ട് തീർച്ചയായിട്ടും. QHSC എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ QA QC എന്ന് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എവിടെ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാലും QA QC കുറെ കേൾക്കാറുണ്ടാവും. QA QC ഒക്കെ എടുത്തു പോയിരിക്കുന്ന ടെക്നോളജികളാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 കൊല്ലത്തിന് മുന്നേ തന്നെ QA QC എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു പോയതാണ്. QMS എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരുന്നത്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. അതും കഴിഞ്ഞ് ഇപ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് കുറേ കൂടി ഫർദർ ഹെഡ് ചെയ്തിട്ട് ഹെൽത്ത്, സേഫ്റ്റി, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രാക്ടീസ് കൂടിയും ഈ ക്വാളിറ്റിയുടെ തലയിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇൻഡസ്ട്രി. അതായത് മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി എന്നുള്ള രീതിയിലാണ് ഒരു QC എല്ലാവരും കാണുന്നത്, അല്ലെങ്കിൽ കമ്പനികൾ കാണുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾക്ക് അറിയാം, നിങ്ങൾക്കറിയുമെന്ന് എനിക്ക് എത്രത്തോളം അറിയില്ല, ബിക്കോസ് നിങ്ങളായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എനിക്കില്ലാത്ത. ബട്ട് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു റോള് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? എക്സ്ക്യൂസ് മീ, ഹലോ. ഓക്കെ, യെസ് സർ. സേഫ്റ്റി എന്നോട് ചോദിച്ച വ്യക്തി ആരായിരുന്നു? മിസ്റ്റർ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുന്നേ? അതെ, കേട്ടിട്ടുണ്ട്. HSC, ഹെൽത്ത് സേഫ്റ്റി എന്ന് പറയുന്ന കാറ്റഗറൈസേഷൻ, അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസർ, അല്ലെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ. സാധാരണഗതിയിൽ നെബോഷ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടാണ് മുൻ കാലഘട്ടങ്ങളിൽ ഈ ജോബിലേക്ക് ആളുകൾ കയറി വന്നിരുന്നത്. ഇന്ന് ഇൻഡസ്ട്രിയിൽ അപ്പോൾ മേജർ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ആയിരിക്കാം നെബോഷ് ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ UK സർട്ടിഫിക്കേഷൻ ആണ് ഈ നെബോഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ക്വാളിഫിക്കേഷൻ ലെവലിലുള്ള ആൾക്കും ഇതിലേക്ക് കയറി വരാം. പ്രത്യക്ഷത്തിൽ കൺസ്ട്രെയിൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല.
സോ നെബോഷ്യ കഴിയുന്നത് ഒന്നല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി പേഴ്സൺസ് ആയിരിക്കാം, +2 ഹോൾഡേഴ്സ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇവർ വന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ സേഫ്റ്റി എന്ന് പറയുന്ന എന്ത് കാര്യങ്ങൾ പറയുന്നു, എൻവയോൺമെന്റൽ സേഫ്റ്റി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ സേഫ്റ്റി ആണെങ്കിൽ അത് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അവിടെ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരം ഒരു പർട്ടിക്കുലർ സർവീസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ദേ ആർ റെസ്ട്രിക്റ്റിംഗ് ദ ജോബ്. ആ റെസ്ട്രിക്ഷൻ ഓഫ് ദ ജോബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ വളരെ സ്ലോ ആയി പോകും. പ്രൊഡക്ഷൻ സ്ലോ ആയി പോകുന്നതോട് കൂടിയിട്ട് തന്നെ അപ്പോൾ എന്നും എങ്ങനെയാണ് ഈ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ, അല്ലെങ്കിൽ ഓൺ ജോബ് ആക്ടിവിറ്റി ചെയ്യുന്നവരും തമ്മിൽ ഭയങ്കര അടിയായിരിക്കും, ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് സംഭവിക്കും, കുറെ പൊളിറ്റിക്സുകൾ ഉണ്ട് അതിൽ. അപ്പോൾ ഈ ഇഷ്യൂ റിയലൈസ് ചെയ്തിട്ട് ഇത് റിസോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് പുതിയ ഇൻഡസ്ട്രിയുടെ ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രി 4 എന്ന് പറയുന്ന കാറ്റഗറി, 4th റെവല്യൂഷൻ എന്ന് പറയുന്ന കാറ്റഗറി, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ബേസ്ഡ് സേഫ്റ്റിയിലേക്ക് വന്നു. പീപ്പിൾ ബേസ്ഡ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാളെ ക്വാളിഫൈ ചെയ്തെടുക്കുക, റേദർ ദാൻ പുറത്തുനിന്ന് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലത്തെ ഒരാളെ സേഫ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. ക്വാളിഫിക്കേഷൻ ചെയ്യൽ സെക്കൻഡറി ആണ്, സേഫ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്തു, ഒരു സൂപ്പർവൈസറെയോ അല്ലെങ്കിൽ ഈ QC എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഈ QC മാനേജറെയോ സേഫ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആ ക്വാളിഫിക്കേഷൻസ് കൂടി ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സേഫ്റ്റി റിലേറ്റഡ് ഇൻഫോർമേഷൻസുകളും പ്രൊസീജിയറുകളും കൊടുത്ത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റുന്നു ഈ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ആളെ തന്നെ അവർ 2 റോളിൽ അപ്ലൈ ചെയ്യാണ്. ഇദ്ദേഹത്തിന് സേഫ്റ്റിയും നോക്കാൻ പറയും, ഇദ്ദേഹത്തിന് ക്വാളിറ്റിയും നോക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ജോബ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹം സേഫ്റ്റിയെ നോക്കി കാണുന്ന രീതി എങ്ങനെയായിരിക്കും, സേഫ്റ്റിയും നടക്കണം, പ്രൊഡക്ഷനും നടക്കണം, ക്വാളിറ്റിയും ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു കോമൺ പോയിന്റിലേക്ക് അദ്ദേഹം ഒരു ഡിസൈൻ കൊണ്ടുവന്നെത്തും. മറ്റത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിൽ നോഹോ തീരെ ഉണ്ടായിരിക്കില്ല. ടെക്നിക്കൽ സൈഡിൽ നോഹോ ഇല്ലാത്തടത്തോളം കാലം അവര് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്ന സേഫ്റ്റി പാരാമീറ്റേഴ്സ് മാത്രമേ കൺസ്ട്രെയിൻ ആവുള്ളൂ. അതിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ദേ വിൽ നോട്ട് ബി തിങ്കിങ് അബൌട്ട് എ റെക്ടിഫിക്കേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യാം, ആ റിസ്കിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രോസസ് അവർ ആലോചിക്കേണ്ട ആവശ്യം അവർക്കില്ല. സോ ഇവിടേക്ക് എത്തുമ്പോൾ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് അനാലിസിസ് അടിസ്ഥാനത്തിലാണ് ടോട്ടൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റിഗേറ്റ് ദ റിസ്ക്, അല്ലെങ്കിൽ മിനിമലൈസ് ദ റിസ്ക്. അങ്ങനെ പല റിസ്ക് മാനേജ്മെന്റ് പോളിസീസുകളുമുണ്ട്. ഈ റിസ്കിനെ എങ്ങനെ ലഘൂകരിച്ച് വർക്ക് സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാം വിത്തൗട്ട് എനി ഹിൻഡറൻസ്, അല്ലെങ്കിൽ വിത്തൗട്ട് എനി സേഫ്റ്റി വയലേഷൻസ് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ആധുനിക ക്വാളിറ്റി ഹെൽത്ത് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറി ആയിട്ട് വരുന്നത്. ഇന്ന് ഇപ്പോൾ QHSEയിലാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത് മൊത്തം. അപ്പോൾ വെറുതെ നമ്മളൊരു സേഫ്റ്റി ക്വാളിഫിക്കേഷൻസ് കൊണ്ട് പോയിട്ട് നമുക്കൊരു കാര്യമില്ല ഇന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാം, IDIP അല്ലെങ്കിൽ മീൻസ് നാഷണൽ ഡിപ്ലോമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡിപ്ലോമ എന്ന് പറയുന്ന നെബോഷ്യ പോലെ സർട്ടിഫിക്കേഷൻസ് ചെയ്ത ആളുകൾക്ക് ഭയങ്കര ടഫാണ് ജോബ് കിട്ടാൻ. കാരണം ഇപ്പോൾ ഒരു 1 ഇയർ ഡിപ്ലോമയാണ് ചോദിക്കുന്നത് മിനിമം. കാരണം 1 ഇയർ ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനികൾ ഇപ്പോൾ ഹയർ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സാർ, ഒരു ഫ്രഷറെ സംബന്ധിച്ച് ജോലി ലഭിക്കാൻ റിസ്ക് ആണോ? എന്ത് സംഭവിച്ചു? ഒരു ഫ്രഷേഴ്സിന് ഇപ്പോൾ ഒരു NDT QAQC കഴിഞ്ഞിറങ്ങിയ ഒരാൾക്ക് ജോലി കിട്ടാൻ റിസ്ക് ആണോ? ഇൻഡസ്ട്രീസ് പൊതുവെ ഫ്രഷേഴ്സിനെ ചൂസ് ചെയ്യുന്നില്ലല്ലോ. നമ്മളുടെ നാളെ 21 പേര് നാളെ ജോബിന് കയറുന്നുണ്ട് അവിടെ എന്താണ് പൂനെയില്. ഈ മാസം അവസാനം 18 പേര് അതേപോലെ തന്നെ ജോബിലേക്ക് കയറുന്നുണ്ട്. അത് QC ഡെസിഗ്നേഷൻസിലേക്കാണ്. ഈ മാസം ഉദ്ദേശിച്ച് ജൂലൈ മാസം എൻഡിലാണ്. സോ വേക്കൻസികൾ ഉണ്ട്. നിങ്ങൾ ക്രെഡിബിളി ആകണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം, പോകാനുള്ള ആറ്റിറ്റ്യൂഡും പണിയെടുക്കാനുള്ള ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, മീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആണെങ്കിൽ പോലും ഞാൻ പറയാം. നിങ്ങളിപ്പോ ജോലി എടുക്കാൻ പോവാണെന്ന് വിചാരിക്കുക, XOR-Y ഒരു സ്ഥലത്ത് ക്വാളിഫൈഡ് ആയതിനു ശേഷം XOR-Y ഒരു സ്ഥലത്ത് ജോലി എടുക്കാൻ പോകുന്നു. പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒരു 6 മാസം, ഇപ്പോൾ കൊറോണ ഒക്കെ അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞൊരു വിസ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്, അങ്ങനെ നോക്കാം, ഒരു 6 മാസം
നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനികൾ മിനിമം 1 ഇയർ വർക്ക് ചെയ്യണം എന്ന് പറയുന്നു വിചാരിക്കാം. അപ്പോൾ അത് പോവാതെ നമ്മൾ എന്ത് പറയുന്നു, ആ 1 ഇയർ എന്നുള്ളതുകൊണ്ട് നമ്മൾ പോകുന്നില്ല, വെറുതെ ഇരിക്കാം, 6 മാസമല്ലേ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റായിട്ടൊരു കോൺസെപ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പോകുന്നില്ല. 6 മാസം എന്നുള്ള 1 ഇയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തോടത്തോളം നമ്മളുടെ വാല്യൂ കൂടുകയുള്ളൂ, ഒരിക്കലും കുറയില്ല. നിങ്ങൾ 6 മാസം വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് 6 മാസത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിന് നിങ്ങൾക്ക് എന്താണ് കവറപ്പ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ അവിടുന്ന് ഇന്റർവ്യൂ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊളിയാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് എല്ലാം, ഇഫ് യു ആർ നോട്ട് ക്വാളിഫൈഡ് റിയലി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ നടന്നോളന്നില്ല. പുറത്ത് പോയിട്ട് ഇതേപോലെ 2-3 വിസിറ്റിംഗ് വിസയിൽ വെറും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ പോയി പിന്നെ സെയിൽസിന്റെ ജോബൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സെയിൽസിന്റെ ജോബിൽ കയറി നടക്കുന്ന ഒരു കോർ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റാതെ പിന്നെ വൺസ് ആ ഒരു ഇൻഡസ്ട്രിയിൽ കയറി പോയി കഴിഞ്ഞാൽ ജനറിക് സെയിൽസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് കോറിലേക്ക് വരാൻ കുറെ പാടായിരിക്കും. ലേറ്റർ ഓൺ നിങ്ങൾ ആദ്യത്തിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു 5 വർഷ കാലഘട്ടം എടുത്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കണം, എന്താവണം എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്യണം. എന്നിട്ട് വേണം ആ 5 കൊല്ലം സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ 3 കൊല്ലം എന്ന് പറയുന്ന ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ചെറിഷ് ഇൻ ദിസ് ഇൻഡസ്ട്രി. ഇനിയിപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ്, നെഗറ്റീവ് എൻവയോൺമെന്റിനെ മാറ്റി നിർത്താം. പോസിറ്റീവ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഖ്യയുടെ ആളുകൾ ഇൻഡസ്ട്രിയിൽ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേരുടെ ജോലി അതായത് പല കാരണങ്ങൾ കൊണ്ട് ജോബ് പോയിട്ടുണ്ട്. ജോബ് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ജോബ് എന്ന് വെറുതെ അങ്ങ് കളയല്ല. കോമ്പിറ്റന്റ് അല്ലാത്തവരെ മാത്രമേ ആദ്യം പുൾ ഔട്ട് ചെയ്യുള്ളൂ. ജസ്റ്റ് പല കാര്യങ്ങൾ വെറുതെ സർട്ടിഫിക്കേഷൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം, കസിൻ ബ്രദർ എക്സെട്ര എക്സെട്ര എന്നൊക്കെ പറഞ്ഞ് പല കണ്ടീഷൻസുകളിൽ അവിടെ എത്തിപ്പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ റിലേഷൻഷിപ്പുകളും അതുപോലെ തന്നെ നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും എല്ലാ ആളുകളെയാണ് ആദ്യം ടെർമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജോബ് ഓഫ് ചെയ്ത് ലേ ഓഫ് ചെയ്ത് ഇന്നത്തെ സിനാരിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ഒരു റിക്വയർമെന്റുകൾ വരുന്നു, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബൂമുണ്ട്. ആ ബൂമിലേക്ക് അല്ലെങ്കിൽ ജോബുകളെല്ലാം തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇന്ന് തന്നെ ഒരുപാട് കമ്പനികൾക്ക് ആളെ ആവശ്യമുണ്ട്, പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നം കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊരു ബൂം ഓക്കെ ആവുന്ന സമയത്ത് ഈ ഇതിലേക്ക് നിങ്ങൾ കയറി കൂടാൻ റെഡി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സെക്യൂർ എ ജോബ്. ഇതൊരു ബൂം എന്തായാലും ഹെവി ബൂം വരാൻ പോകുന്നുണ്ട്. കാരണം ഇതൊരു ഡൗൺ ആണ്. ഈ ഡൗൺ പീരീഡ് കവറപ്പ് ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും എല്ലാ കമ്പനികളും ഹൈ ഫണ്ട് പമ്പിങ് ചെയ്യാൻ പോവുകയാണ്. ആ പമ്പിങ് ചെയ്താൽ മാത്രമേ അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊജക്ട്സുകൾ വരും. ആ പ്രൊജക്ട്സുകളിലേക്കൊക്കെ നമുക്ക് കയറിക്കൊണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിപ്പെടണം. നമ്മുടെ കയ്യിൽ സാധനം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ്, അല്ലെങ്കിൽ നോക്കിയിരിക്കുക. പിന്നീട് അവസരം വരുമെന്ന് വിചാരിച്ചിരിക്കുന്ന പോലെ പോലും. ക്ലിയർ ആയോ? യെസ് സർ.